قلب خاشع وامرأة تعين على دينه. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا سيد السادات جئتك قاصدا رضاك واغتمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نرد العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സാഹിബ്, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച സ്വാഗത സംഘം ജനറൽ കൺവീനർ റയീസ് അൽ അസ്സഅദി, ഈ പുണ്യമായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറെ ആദരണീയനും ബഹുമാന്യനുമായ നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂർ, വേദിയിൽ ഉപവിഷ്ടരായ ഇതിന്റെ ആശംസാ പ്രഭാഷണം നിർവഹിച്ച വളരെ ഹ്രസ്വമെങ്കിലും അർത്ഥഗാംഭീര്യമുള്ള ഒരു പ്രഭാഷണം നിർവഹിച്ച കണ്ണൂർ കോർപ്പറേഷന്റെ കൗൺസിലർ ശ്രീ ധനേഷ് ബാബു, ബഹുമാന്യനായ ടി പി ഉമ്മർ സാഹിബ്, അൻവർ അലി മാസ്റ്റർ, ഷറഫുദ്ദീൻ ബാക്കവി, സൈദലവി ബാക്കവി, ഹംസ പി, മൊയ്തീൻ ടി വി, വി പി മുഹമ്മദ് കുട്ടി സാഹിബ്, അബ്ദുറഹ്മാൻ വി എം, അബ്ദുൽ ഖാദർ പി എ, ഇബ്രാഹിം കെ, നൂറുദ്ദീൻ എം പി, ഹബീബുർ റഹ്മാൻ പി, ബഹുമാന്യനായ മുഹമ്മദ് ഫാഹിം വി കെ, എന്റെ ബഹുമാന്യ സുഹൃത്ത് അഷ്റഫ് സാഹിബ് വാരം, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന് അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അതരമൊടികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുകുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ നടത്താൻ സ്ഥാപിതമാകാൻ ആഗ്രഹിക്കുന്ന ബീവി ഫാത്തിമ വഫിയ അറബിക് കോളേജ് ബിൽഡിംഗിന്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കർമ്മത്തിന്റെ പരിസമാപ്തിയിലാണ് നാം നിൽക്കുക. വനിതകൾക്ക് ജീവിതത്തിന്റെ വഴികാട്ടിയായി അവരുടെ ജീവിത വിജയത്തിന് അടിത്തറയുടെ സുഭദ്രമായ രൂപീകരണത്തിന് ഉതകുന്ന വിധം ഒരു വഫിയ വനിതാ കോളേജിന് ശിലാസ്ഥാപനം നടക്കുമ്പോ അതിന്റെ സമാപന പ്രഭാഷണത്തിന്റെ ദിവസം കേവലം ഒരു ആകസ്മികതയാണോ യാദൃച്ഛികതയാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ലോക വനിതാ ദിനമാണ്.
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കുള്ള സമ്മാനവുമായി വീട്ടിലേക്ക് പോയാൽ ആ സമ്മാനം ആദ്യം നിങ്ങളുടെ പെൺകുഞ്ഞിന് നൽകണേ എന്ന് പറഞ്ഞ ലോകത്തോട് പറഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പെണ്ണാണ് വലുത് എന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പുത്രിയുടെ നാമകരണത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ നാമകരണം നൽകപ്പെട്ടിട്ടുള്ളത്. ലോകചരിത്രത്തിനോളം ഞാൻ സമയം ഏറെ വൈകുന്നില്ല. ഞാൻ നിശ്ചയിച്ചതിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ വൈകിയാണ് ഈ സദസ്സ് ഇപ്പോൾ തുടങ്ങുക. നാളെ SSLC പരീക്ഷയാണ്. രക്ഷിതാക്കൾ മുഴുവനും വലിയ ആശങ്കയുടെയും ആകുലതയുടെയും നടുവിലാണ്. എങ്ങനെയാണ് തങ്ങളുടെ മക്കളെ വിജയത്തിന്റെ തീരത്തേക്ക് അണയിക്കേണ്ടത് എന്ന ഒരു ഭഗീരഥ പ്രയത്നത്തിന് മുകളിലാണ് നമ്മുടെ കുട്ടികളുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ SSLC പരീക്ഷ തുടങ്ങുകയാണ്. ഇതിന്റെ സമാപനത്തിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, ഏത് രീതിയിലേക്കാണ് എഴുതേണ്ടത്, ഖുർആനും ഹദീസും എന്ത് പറയുന്നു എന്ന പരീക്ഷ ജയിക്കാനുള്ള ഒരു എളുപ്പമാർഗം ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറഞ്ഞു തരും. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ, നാളെ അവരുടെ വിജയം ഇരട്ടിയാക്കാൻ. അത് ചെപ്പടി വിദ്യയൊന്നുമല്ല, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതുമല്ല. ഖുർആൻ എങ്ങനെ പരീക്ഷ എഴുതാനാണ് നമ്മോട് പറഞ്ഞത് എന്ന് ഇൻഷാ അല്ലാഹ് പരീക്ഷയുടെ ഒരൊറ്റമൂലിയായിട്ട് അവസാനം ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് മഷൂർ തങ്ങൾ ദുആ ചെയ്തത്, ഇന്നിവിടെ വന്ന എല്ലാവരുടെയും മക്കൾ ജയിക്കട്ടെ. അതിനുള്ള ഒരൊറ്റമൂലി ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരുന്നാൽ, ആദ്യം നിങ്ങൾക്കത് പറഞ്ഞ് ഞങ്ങൾ മക്കളോട് പറയാനുള്ള വലിയ ഔത്സാഹത്തിൽ ഇപ്പോഴും ഇറങ്ങി ഓടിക്കളയും. അതുകൊണ്ട് അവസാനം ഖുർആനാണ് ഹദീസാണ്, അല്ലാതെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതൊന്നുമല്ല. കുറെ ദുആകളും കുറെ ആയത്തുകളും അള്ളാഹു പറയുവാനും കേൾക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ റയീസ് മുസ്ലിയാരുടെ സ്വാഗത പ്രസംഗം കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ഒരു അമ്പരപ്പിൽ നിൽക്കുകയായിരുന്നു. കാരണം അതിൽ നിന്ന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ ഞാനതിന് പറയുന്ന മറുപടി, നാം ഈ തുടങ്ങുന്ന ലോകത്തെല്ലാവർക്കും ഒരു നന്മയാണ് എന്ന് മനസ്സിലാകുന്ന കാര്യത്തിന് എതിരുണ്ടായാൽ അതിന്റെ അർത്ഥം അത് വിജയിച്ചു എന്നാണ്. എല്ലാവരും 100% അനുകൂലിച്ചാൽ ഒരു പദ്ധതി വിജയിക്കില്ല. ആരെങ്കിലും എതിർത്താൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കോണം ഇതിലെന്തോ സത്യമുണ്ട്. അപ്പോൾ എതിരുണ്ടാകുമ്പോഴാണ് സത്യം വിജയിക്കുക. മരണപ്പെട്ടു പോയ നമ്മുടെ മർഹൂം ബഹുമാനനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് നൂർ അല്ലാഹു മർക്കദ, മഹാനവറുകളുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഞാനൊരിക്കൽ ദാറുൽ ഹുദയിൽ ഉസ്താദിനെ കാണാൻ പോയി. ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഉസ്താദെ ചുറ്റുപാട് ശത്രുക്കളാണ്, ഒന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു സലാത്തോ ദിക്റോ ഒരു ഔറാദോ പറഞ്ഞു തരാൻ. അന്ന് സൈനുൽ ഉലമ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എന്നോട് പറഞ്ഞു, ബാക്കവി, ശത്രുക്കൾ ഇല്ലെങ്കിൽ 100 റുപ്യ കൊടുത്തിട്ട് 100 ശത്രുക്കളെ വാങ്ങിക്കണം. ശത്രുക്കളില്ല എങ്കിൽ സൈനുൽ ഉലമയുടെ വാക്കാണ്. ആ വാക്കുകൾക്ക് ഭയങ്കര ഘനവും ഗാംഭീര്യവും വിശാലമായ അർത്ഥവുമുണ്ട്. ശത്രുക്കളില്ലെങ്കിൽ 100 റുപ്യ കൊടുത്തിട്ട് വാങ്ങിക്കണം, കാരണം ശത്രുവുണ്ടെങ്കിലേ നിങ്ങൾ വിജയിക്കൂ എന്നോട് പറഞ്ഞു മഹാനായ സൈനുൽ ഉലമ. കാരണം ശത്രുവുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാ? നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കല്ല. നമ്മൾ ഏതെങ്കിലും ജീവിതത്തിൽ വിജയത്തിലെത്തുന്നുവെങ്കിൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് നമ്മുടെ ശത്രുവിനാണ്. കാരണം നമുക്കൊരു ശത്രുവുണ്ട് എങ്കിൽ നമുക്കറിയാം, ഞാൻ വീഴുന്നത് കാത്തു നിൽക്കുകയാണ് അവൻ. അതുകൊണ്ട് അവന്റെ മുമ്പിൽ ഞാൻ വീഴാൻ പാടില്ല. അവന്റെ മുമ്പിൽ ഞാൻ വിജയത്തോടെ എഴുന്നേൽക്ക് നിൽക്കണം എന്ന ഒരു പോസിറ്റീവ് എനർജി എനിക്ക് നൽകുന്നത് എന്റെ ശത്രുവാണ്. അപ്പോൾ നാം എവിടെയൊക്കെ വിജയിക്കുന്നുവോ അതിന്റെ ക്രെഡിറ്റ് ശത്രുവിനാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ശത്രുക്കൾക്ക് നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കിട്ടി കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ശത്രുക്കൾക്ക് അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അമീബറ മനുഷ്യന്മാരെ, ഇപ്പൊ ധനേഷ് ബാബു കൗൺസിലർ ആയതേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു MLA ആകണമെങ്കിൽ ആ വീര്യം കൊടുക്കുന്നത് അദ്ദേഹം തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, അല്ലെ? നിങ്ങൾക്ക് മറുഭാഗത്തൊരു എതിരാളി ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വിജയിക്കുക? മറുഭാഗത്ത് എതിരാളിയില്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് അതിന് ഈസി വാക്ക് ഓവർ എന്നല്ലേ പറയുക മലയാള ഭാഷയിൽ. ഈസി വാക്ക് ഓവർ കിട്ടിയാൽ അതിനൊരു ത്രില്ല് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് എന്താണ് ഇതിന്റെ പുറകിലുള്ളത് എന്നൊന്നും എനിക്ക് പറയില്ല. ഏതായാലും വഫിയ എന്ന ഒരു സ്ഥാപനം അത് ഈ നാടിന് വേണ്ടയോ എന്ന കാര്യം നമ്മൾ ഇനിയാണ് തീരുമാനിക്കേണ്ടത്. ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ, അതൊരു സത്യമാണ് എന്ന് പറഞ്ഞാൽ, സത്യമാണ് എന്നറിഞ്ഞിട്ടും അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവർ. പണ്ട് പുലിയും കഴുതയും തമ്മിലൊരു തർക്കമുണ്ടായി. പുലി പറഞ്ഞു പുല്ലിന് നിറം പച്ചയാണ്, കഴുത പറഞ്ഞു പുല്ലിന് നിറം ചുവപ്പാണ്. അവസാനം തർക്കം കൂടി അവർ രാജാവായ സിംഹത്തിന്റെ മുമ്പിലെത്തി. പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്,
കഴുത പറഞ്ഞു ഇതിന് നിറം ചുവപ്പൻ. രണ്ടുപേരും അവരുടെ വാദഗതികൾ ഉയർത്തി. അവസാനം എല്ലാം കേട്ടിട്ട് രാജാവ് ശിക്ഷ പ്രഖ്യാപിച്ചു. രാജാവ് പറഞ്ഞു പുലിക്ക് ചാട്ടവാറ് കൊണ്ട് 10 അടി കൊടുക്കുക. കരഞ്ഞുകൊണ്ട് പുലി രാജാവിനോട് ചോദിച്ചു, രാജാവേ, സത്യം പറഞ്ഞ ഞാൻ ഈ പുല്ലിന് നിറം പച്ചയാണ് എന്ന് സത്യം പറഞ്ഞ എന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചത് ശരിയായില്ല. കാരണം ഈ പുല്ലിന് നിറം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോ സിംഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. സിംഹം പറഞ്ഞു പുലിയോട്, ഈ പുല്ലിന് നിറം പച്ചയാന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. എന്നിട്ടും അതിന് നിറം ചുവപ്പാന്ന് പറഞ്ഞ ഈ വിവരമില്ലാത്ത കഴുതയോട് നീ എന്തിനാണ് തർക്കിക്കാൻ പോയത്? നിന്റെ വിലപ്പെട്ട സമയം ആ കഴുതയോട് തർക്കിച്ച് നീ എന്തിനു കളഞ്ഞു? അതിനാണ് നിനക്ക് ഞാൻ 10 ചാട്ടവാറിന് അടി നൽകുന്നത് എന്ന് പണ്ട് സിംഹം പറഞ്ഞു കൊടുത്ത ഒരു പഴയൊരു നാടോടി കഥയുണ്ട്. ഈ പുല്ലിന് നിറം പച്ചയാണെന്നറിഞ്ഞിട്ടും അത് ചുവപ്പാണെന്ന് വിവരമില്ലാത്ത കഴുത പറയുമ്പോൾ ആ കഴുതയോട് തർക്കിച്ചിട്ട് നിന്റെ വിലപ്പെട്ട സമയം കളഞ്ഞാൽ പിന്നെ നിന്നെയല്ലേ അടിക്കേണ്ടത് എന്ന് സിംഹം ചോദിച്ച മറുപടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ചില ഗുണപാഠങ്ങളാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിലൊന്നും ബേജാറാവേണ്ട കാര്യമില്ല. എവിടെയൊക്കെ ഹക്കിന്റെ ഭാഗത്തും മറുഭാഗത്ത് വെളിച്ചം വരുമ്പോൾ ഇരുട്ടെവിടെയൊക്കെയുണ്ടോ, ഇരുട്ടുള്ളിടത്ത് വെളിച്ചം വന്നു, നേരം പുലർന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പുലരിക്കു വേണ്ടി, അങ്ങനെ ഒരു നന്മക്കു വേണ്ടി നമുക്കൊരുങ്ങാൻ കഴിയട്ടെ എന്ന് നാം ഓർമ്മിച്ചുകൊണ്ട്, ഇവിടെ നന്മ വരുമ്പോൾ നമുക്ക് മത്സരിക്കാനുള്ളതല്ല. കൗൺസിലർ പറഞ്ഞ പൂന്താനത്തിന്റെ വരി ഞാൻ കടമെടുക്കുകയാണ്. കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ എന്ന് പറഞ്ഞ മലയാളത്തിന്റെ കവി, മഹാനായ പൂന്താനം മഹാകവിയെ പോലെ ഒരച്ഛനമ്മയ്ക്ക് പിറന്ന നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞിരുന്ന നന്മുന്തിരിക്കൊത്ത് മനുഷ്യവർഗം എന്ന് പഠിപ്പിച്ചു കൊടുത്ത വള്ളത്തോളിനെ പോലെ ഒരേപോലെ മുന്തിരിക്കുലയിലെ മുന്തിരിപ്പഴം മടങ്ങി നിൽക്കുന്നത് പോലെ തോളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട് നന്നാവുക. 12 സംസ്കാരങ്ങളുടെ മഹാവിസ്മയമെന്ന് AL ഭാഷ അത്ഭുതത്തോടെ നോക്കി നിന്ന ഈ ഭാരത രാജ്യത്തിന്റെ നടുവിലൂടെയാണ് നാം ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് സ്ത്രീ? ഞാൻ നമ്മുടെ കൗൺസിലർ പറഞ്ഞ വാക്കിന്ന് തുടങ്ങാൻ. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്, നമ്മുടെ ഭാരതത്തിനൊരു വൈവിധ്യമുണ്ട്, നമ്മുടെ നാടിനൊരു നാനാത്വത്തിൽ ഏകത്വമുണ്ട്. നമ്മുടെ നാട് ലോകത്തിന്റെ തുടക്കം മുതൽ മാമുനിമാർ മലയടിവാരത്തിൽ പോയി മനസ്സിനെ തപം ചെയ്ത് സൂക്ഷിച്ച മാനവികതയുടെ സന്ദേശം ലോകത്തോട് പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാഷ്ട്രം. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു സംസ്കാരമുണ്ട്. എന്താണ് നമ്മുടെ സംസ്കാരം? എന്താണ് ഭാരതത്തിന്റെ സംസ്കാരം? മാതൃദേവോ ഭവ, മാതാവിനെ ദേവിയെ പോലെ കണക്കാക്കണമെന്ന് പറഞ്ഞ എത്ര നരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നുവോ അവിടെയാണ് ദേവന്മാര് പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു സംസ്കാരമാകണമെങ്കിൽ, ഒരു സിവിലൈസേഷനുമാകണമെങ്കിൽ ആദ്യമായി ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതം ഒരു സംസ്കാരമുള്ള രാജ്യമാകണമെങ്കിൽ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തടക്കമുള്ളവരോട് പറയുകയാണ്, ആദരവായ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് എതിരാളികളുടെ മർദ്ദനം കാരണത്താൽ ശരീരം മുഴുവനും കറുത്ത് കരുവാളിച്ച് തീക്കുണ്ടത്തിലേക്ക് മലത്തിക്കടത്തി തീക്കട്ടകൾ പച്ചമാംസത്തിലേക്ക് കുത്തിയിറങ്ങി ചീഞ്ഞളിഞ്ഞു പോയ, കത്തിക്കരിഞ്ഞു പോയ മാംസഭാഗവുമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന രണിയായി ചോദിച്ചു, നബിയേ അലാ തസ്തൻസിറുലനാ അലാ തദൂലനാ, എന്നാണ് നബിയെ ഈ പീഡനം അവസാനിക്കുക? എന്നാണ് സമാധാനത്തോടെ ഈ ലോകത്തൊന്ന് ജീവിക്കാൻ കഴിയുക? സന്തോഷത്തോടെ, സമാധാനത്തോടെ, നിർഭയത്വത്തോടെ ഒരു രാത്രി എങ്ങനെയാണ് ഈ നാട്ടിൽ ഉറങ്ങാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത മറുപടി, നമ്മുടെ നാട് മുസ്ലിമീങ്ങൾ ഭരിക്കുമ്പോഴൊന്നല്ല, എല്ലാ രാജ്യവും അറബ് രാജ്യമാകുമ്പോഴൊന്നല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സഹാബിയോട്, ഇറാഖിലെ സന്നായിൽ നിന്ന് ഹദറമൗത്ത് വരെ പാതിരാ സമയത്ത് നിരാലംബയായ ഏകയായ ഒരു പെൺകുട്ടി, പാതിരാ സമയത്ത് ഇറാഖ് മുതൽ യൂറോപ്പ് വരെ ആരെയും ഭയക്കാതെ, തന്റെ മേലേതെങ്കിലും പുരുഷൻ കടന്നാക്രമണം നടത്തുമെന്ന് ഭയക്കാതെ ഒരു പാവപ്പെട്ട പെണ്ണിന് ഇറാഖ് മുതൽ സന്നാ മുതൽ ഹദറമൗത്ത് വരെ പാതിരാ സമയത്ത് നിർഭയത്വത്തോടെ സഞ്ചരിക്കാൻ എന്ന് കഴിയുമോ അന്നാണ് നമ്മുടെ രാജ്യം സംസ്കാര ഭൂമമാവുക എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ഒരു പെണ്ണിന് നിർഭയത്വത്തോടെ പാതിരാത്രിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, ഒരു പെണ്ണിനെ ആരും ആക്രമിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് സംസ്കാരത്തിന്റെ കാലഘട്ടമെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, സ്വാതന്ത്ര്യം നേടി 68 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇന്ത്യയിൽ സംസ്കാരമുണ്ടോയോ? ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലൂടെ ഡൽഹി നഗരത്തിൽ പട്ടാപ്പകല് നടന്നു പോകുന്ന 14 വയസ്സുകാരിയെ 14 പ്രാവശ്യം മാനഭംഗം ചെയ്ത് വലിച്ചെറിയുന്ന, ആ മാനഭംഗം ചെയ്തവനെ കുറ്റവാളി എന്ന പേര് കൊടുത്ത് നീതിന്യായ പീഠങ്ങൾ അവന് സൈക്കിളും കൊടുത്ത് സമ്മാനം കൊടുത്തിട്ട് അവനെ നിരുപാധികം വിട്ടയച്ചു കൊടുക്കുന്ന, പട്ടാപ്പകൽ പെണ്ണിനെ മാനഭംഗം ചെയ്യപ്പെട്ടവനല്ല, ആ മാനഭംഗം ചെയ്യപ്പോഴും കുറ്റവാളി എന്ന ആനുകൂല്യം കൊടുത്ത് അവനെ സമ്മാനം കൊടുത്ത് പറഞ്ഞു വിടുന്ന നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ, നമ്മുടെ ജുഡീഷ്യറിയുടെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഈ അത്ഭുതത്തോടെ നാം നോക്കി കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക വനിതാ ദിനത്തിൽ നാം ആഗ്രഹിക്കേണ്ടതുണ്ട്. നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തിന്റെ സ്വപ്നം കണ്ട് നടന്നു പോകുന്ന, പട്ടാപ്പകൽ തീവണ്ടിയുടെ ബോഗിയിൽ കടന്നു പോകുന്ന പാവപ്പെട്ട സൗമ്യ എന്ന പെണ്ണിനെ കടന്നു പിടിച്ച് അവളെ മാനഭംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിലേക്ക് മലത്തി കടത്തി മാനഭംഗം ചെയ്ത് വലിച്ചെറിയപ്പെടുമ്പോ സൗമ്യയെ മാനഭംഗം ചെയ്ത ഗോവിന്ദചാമി അല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇത്രയും വലിയ നരാധമകത്വം നടത്തിയ ഗോവിന്ദചാമിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ കറുത്ത ഗൗണമിട്ടുകൊണ്ടുവന്ന നീതിപാലകരാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്ന് ഞാൻ പറയുമ്പോ, പട്ടാപ്പകൽ തന്റെ മകളെ പോലൊരു മകളെ, തന്റെ സഹോദരിയെ പോലൊരു സഹോദരിയെ, തന്റെ ഭാര്യയെ പോലൊരു ഭാര്യയെ, തന്റെ അമ്മയെ പോലൊരു അമ്മയെ പട്ടാപ്പകൽ മാനഭംഗപ്പെടുത്തിയവന് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിലേക്ക് വന്ന ന്യായാധിപനെ കാണുമ്പോ അത്ഭുതം കൂറി നാം നിൽക്കുന്നു. ഇവിടെ പെണ്ണിനെ മാനഭംഗപ്പെടുത്തുന്നതല്ല, അതിനെ ലാഘവത്വത്തോടെ കാണുന്നതാണ് ഏറ്റവും വലിയ ബീഭത്സകരമായ ദുരവസ്ഥ എന്ന് നാം തിരിച്ചറിയുമ്പോ യഥാർത്ഥത്തിൽ ആരാണ് പെണ്ണ്, എന്താണ് പെണ്ണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? ആരാണ് പെണ്ണ് എന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടതില്ലേ? എല്ലാം പെണ്ണിന്റെ മാംസമാണ് എന്ന് കരുതുന്ന ലൈംഗികതയുടെ അധപതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് കടന്നുപോയ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ഞാൻ പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചർച്ച. മാതാപിതാക്കൾക്ക് പേടിയാണ്, രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം പ്രായബുദ്ധിയായ പെണ്ണ് വീട്ടിലിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു, പണ്ടൊരു സിനിമയ്ക്ക് തന്നെ പേരിട്ടിട്ടുണ്ട്, അച്ഛൻ ഉറങ്ങാത്ത വീട്. അങ്ങനല്ലേ? ആരും തലയാട്ടണില്ല, പേടിച്ചിട്ടാണ്, അറിയാത്തോണ്ടല്ല. തലയാട്ടാത്തത് ഞാൻ കണ്ടോന്നെങ്ങാനും ചോദിച്ച ആചാര്യ കണ്ടോരോന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാനത് ഉറക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ പേടിയില്ല. കാരണം വാക്കവി ഇത് കണ്ടിട്ടാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു വിശാലമായ വായനയുടെ ഉടമസ്ഥനാണ്. വായിക്കാൻ കഴിയുന്ന ഒരാൾക്കും സങ്കുചിതത്വത്തിന്റെ കണ്ണുകളിലൂടെ കാണുന്നവരോട് അപ്പോൾ നമ്മൾ എന്തിക്കുക, മുരിയാർ ഇത് കണ്ടോന്നാണ് എന്തിക്കുക? അല്ല, ഒരു കാലഘട്ടത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നാമൊക്കെ പറയുമായിരുന്നു, അച്ഛൻ ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം പ്രായബുദ്ധിയായ മോൾ വീട്ടിലുണ്ട്. ഇന്ന് കാലം മാറി, ഇന്ന് അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ പ്രായബുദ്ധിയായ മകൾക്ക് ഉറങ്ങാൻ കഴിയാത്ത, തന്റെ ബെഡ്റൂമിന്റെ വാതിലിന് കുറ്റിയിടാതെ അവൾ പേടിക്കുന്നത് തൊട്ടടുത്തുള്ള നൊട്ടോറിയസ് ക്രിമിനലിനെയല്ല, കല്ല് കച്ചവടക്കാരനെയല്ല, തനിക്ക് ജന്മം തന്ന പിതാവ് മറുപുറത്തുള്ള റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിന്റെ അവസ്ഥ മാറിപ്പോകുമ്പോ, മലയാളത്തിന്റെ ഒരു കൊച്ചു കവിയുണ്ട് സത്താർ ആദൂർ, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഹ്രസ്വമായ ഒരു കവിതയുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: തന്റെ മാറിന് മേൽ മലന്ന് കിടക്കുന്ന മനുഷ്യൻ വന്ന് തന്നെ മാനഭംഗം ചെയ്യാൻ പോയപ്പോ അവൾ അഭയത്തിനു വേണ്ടി ആഞ്ഞു വിളിച്ചു അച്ഛ എന്ന് വിളിക്കാൻ നോക്കിയപ്പോഴാണ് അവൾ മനസ്സിലായത് തന്നെ മാനം കെടുക്കാൻ വരുന്നത് തന്റെ അച്ഛനാണ് എന്ന്. ഇനി അവൾ ആരെ വിളിച്ചിട്ടാണ് കരയുക എന്ന് മലയാളത്തിന്റെ കവി ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാനഭംഗം ചെയ്യാൻ വരുന്ന മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ അച്ഛ എന്ന് ഉറക്കെ വിളിക്കാൻ പോയപ്പോ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നെ മാനം കെടുത്താൻ വരുന്നത് തന്റെ അച്ഛനാണ് എന്ന്. ആ രണ്ടുപേരെ കവിത കൊണ്ട് കവി ഇന്ന് ഈ ലോകത്തിന്റെ തിഷ്ണമായ പെണ്ണിന് നേരെയുള്ള കടന്നാക്രമത്തിന്റെ ചിത്രം വരച്ചു കൊടുത്തു. ഇന്ന് മാതാപിതാക്കളുടെ ഇന്നലെ നാം ഫേസ്ബുക്കിൽ കണ്ടത് 14 വയസ്സ് പോലും ഇല്ലാത്ത പെൺകുട്ടിയെ തന്റെ മകളെ മറ്റൊരുത്തിന് കാഴ്ചവെച്ചത് ആരെന്നറിയുമോ? അവൾക്ക് ജന്മം കൊടുത്ത അമ്മയാണ്. നാം കണ്ടു 14 വയസ്സുകാരിയായ പൊന്നുമോളെ മറ്റുള്ളവർക്ക് 2000 3000 വെച്ചു കൊടുത്തത്. പരാതി കിട്ടിയപ്പോൾ പോലീസിന്റെ SI അമ്മയുമായി ബന്ധപ്പെട്ടു, മോളെ തരുമോൻ. അമ്മ മോൾക്ക് വിലയിട്ടത് 4 ലക്ഷം രൂപ.
SI ഇടപാടുകാരനായി സമീപിച്ചു. മിനിങ്ങാന്നത്തെ വാർത്തയാണ്. റവാഹു മലയാള മനോരമ, മാധ്യമം, ETC എല്ലാം ഉണ്ട്. പക്ഷേ ആ SI ചോദിച്ചപ്പോ അമ്മ വിലയിട്ട് കൊടുത്തത് മകൾക്ക് 4 ലക്ഷം രൂപ. കാരണം എന്തെന്നറിയോ? ഇപ്പൊ റയിച്ചു കൂട്ടിയപ്പോ ആ കണ്ടാൽ പോലും കൂടച്ചക്ക മാതിരി ഇരിക്കുന്ന, കൂടച്ചക്കയുടെ ഞാണ്ടുമാടിയിരിക്കുന്ന ഒരു പെണ്ണിന് 1 മണിക്കൂറിന് 80,000 വെച്ച് റയിച്ചു വന്നപ്പോ റിയൽ എസ്റ്റേറ്റിന്റെ ഭൂമിയുടെ വില താണു. ഭൂമിയുടെ മുകളിൽ കിടക്കുന്ന പെണ്ണിന്റെ റയിച്ചു കൂടി. ഇങ്ങനെ എല്ലാം മാംസ കച്ചവടമായി മാറുമ്പോ ഇന്ന് പെണ്ണ് അധപതനത്തിന് അധമഭാവതലങ്ങളിലോട്ട് കടന്നു പോകുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖം പറയുന്നില്ല, വല്ലാതെ നാം അറിയേണ്ടതുണ്ട്. ഇവിടെയാണ് ഹസ്രത്ത് ആയിഷയെ നാം പരിചയപ്പെടുത്തുക റളിയല്ലാഹു തആല അൻഹ. എങ്ങനെയാണ് ഒരു പെണ്ണിനെ വിവരസാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും ലോകം സ്വായത്തമാക്കുമ്പോ, ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുമ്പോ, പാതിരാ സമയത്ത് അച്ഛനമ്മമാരുടെ നിയന്ത്രണമില്ലാതെ പാതിരാത്തിൽ തുടങ്ങുന്ന യൗവനത്തിന്റെ ഒരു ആധുനിക ഫ്രീക്കൻ സമൂഹം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിന്റെ സാഹചര്യം മാറി. അതിന് പറയുന്നത് ന്യൂ ജനറേഷൻ എന്നാണ്. അതിന് പറയുന്ന പേര് ന്യൂ ജനറേഷൻ എന്നാണ്. ഞങ്ങളെയൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂ ജനറേഷൻ പ്രഭാഷകരെന്നാണ്. നേരത്തെ ഇസ്ലാമിന്റെ തന്നെ അവാന്തര സംഘടനകളിൽ പലരും കബീർ വാക്കവിയെയും നൗഷദ വാക്കവിയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരാരും വഅലന്മാരല്ല, ഇവര് ന്യൂ ജനറേഷൻ പ്രഭാഷകരാണെന്നാണ്. ഞങ്ങളെ ന്യൂ ജനറേഷൻ എന്ന് വിളിച്ച് അപഹസിച്ചവർ അവരുടെ സംഘടനയുടെ പ്രമേയമായി ന്യൂ ജനറേഷൻ എഴുതിയപ്പോ ഞങ്ങൾ അപ്പുറത്ത് മാറി നിന്ന് കൈകൊട്ടി ചിരിച്ചു. എന്നാണ് ഇവർക്ക് ഇത് ന്യൂ ജനറേഷൻ നന്നായത് എന്ന് ഞാൻ തെളിച്ചു പറയുന്നില്ല. ഞങ്ങളെ അപഹസിച്ചവർ അവരുടെ സംഘടനയ്ക്ക് പ്രമേയക്ക് ന്യൂ ജനറേഷൻ തിരിച്ചെഴുതുന്നു എന്ന് എഴുതി വെച്ചപ്പോ മാറി നിന്നിട്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചു. എന്നാണ് ഇവർക്ക് ഈ ന്യൂ ജനറേഷൻ അവർക്ക് അഭിലഷണീയമായ വാക്കുകളാണെന്ന് ഓർത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാസത്തിന്റെ കൂരമ്പുകളുടെ മുമ്പിലല്ല, അനക്കമറ്റു നിദ്രയില്ല ഇപ്പതിനു മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട വിശ്രമം നടക്കുവാൻ. മഹാനായ അഹമ്മദ് കോയ ശലിയത്തിന് മഹാനവറുകളുടെ ലൈബ്രറിയുടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു ഇംഗ്ലീഷ് കവിതയുടെ മലയാള പരിഭാഷ. അതിങ്ങനെയാണ്: ജവഹർലാൽ നെഹ്റുവിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്ത് പോലും ഈ കവിതയുണ്ടായിരുന്നു. അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: അനക്കമറ്റു നിദ്രയില്ല ഇപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട വിശ്രമം നടക്കുവാൻ. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്നെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടത്തുന്നതിന് മുമ്പ് എനിക്ക് ജീവിതത്തിൽ സഞ്ചരിക്കാൻ കുറേയേറെ ദൂരങ്ങളുണ്ട്. ആ വിദൂരമായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 അടി മണ്ണിലേക്ക് അമർന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്തു തീർക്കുവാൻ കുറെ കടമകളുണ്ട്. ആ കടമകളെ കുറിച്ച് പഠിപ്പിക്കുവാനാണ് വിശുദ്ധമായ ഇസ്ലാം വന്നത്. എങ്ങനെയാണ് ഒരു പെണ്ണ് രൂപാന്തരപ്പെടുക? എവിടെയാണ് ഒരു പെണ്ണ് രൂപാന്തരപ്പെടുത്തുക? ഇവിടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 6-ാം നൂറ്റാണ്ടിലെ പെണ്ണിനെ കൈബാലയത്തിന്റെ തൊട്ട് സ്ഥാപിക്കപ്പെട്ട കരിങ്കൽ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നഗ്നപ്രദക്ഷിണം നടത്തിയ 6-ാം നൂറ്റാണ്ടിലെ പെണ്ണിനെ ഉടുതുണി വലിച്ചെറിയലാണ് സംസ്കാരമെന്ന് കരുതിയ 6-ാം നൂറ്റാണ്ടിലെ സ്ത്രീകളെ സമുദ്ധാരണത്തിന്റെ, സംസ്കാരത്തിന്റെ, പുതിയ സംസ്ഥാപനത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുവന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ആദ്യമായി സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാ: വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നഖിദാ. ആദ്യമായി ആരാണ് പെണ്ണ് എന്ന് പറയുന്ന ഒരു ചർച്ചയ്ക്ക് നാം തുറക്കമിടുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ: വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നഖിദാ. നല്ല കൃഷിസ്ഥലങ്ങളിലെ നല്ല വിത്തുകൾ മുളച്ചു വരികയുള്ളൂ. നല്ല കൃഷിസ്ഥലങ്ങളിലെ നിന്ന് സസ്യങ്ങൾ മുടക്കൂ. മോശമായ കൃഷിസ്ഥലങ്ങള് മോശമായ സസ്യമേ മുളയ്ക്കൂ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞത് സ്ത്രീയെ കുറിച്ചിട്ടാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുമ്പോ, ആദ്യമായി സ്ത്രീ നന്നാകണമെങ്കിൽ അവൾ തുനിച്ചു വരുന്ന കൃഷിസ്ഥലമാണ് നന്നാവേണ്ടത്. വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി
നല്ല കൃഷി സ്ഥലത്തെ നല്ല സസ്യങ്ങൾ മുളക്കൂ, നല്ല അന്തരീക്ഷത്തിലെ നല്ല പെണ്ണ് ജനിക്കൂ. മാതാപിതാക്കളെ നന്നായി ജീവിക്കുന്ന, അല്ലാഹുവിനെ പേടിയുള്ള, വിശുദ്ധമായ ഖുർആനിന്റെ തീരങ്ങളിലൂടെ നടക്കുന്ന തന്റെ പെൺമക്കളെ ഹൃദയത്തിന്റെ ശുദ്ധിയോടെ തഖ്വയോടെ വളർത്തിക്കൊണ്ടുവരുന്ന, ആദ്യം ഉണ്ടാകേണ്ടത് പെണ്ണിന്റെ വാട്സപ്പ് നിർത്തലല്ല, പെണ്ണിന്റെ ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യലല്ല. തങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന പെൺമക്കളെ അബദ്ധസഞ്ചാരം ചെയ്യുന്നു എന്ന് തീർച്ചയാകുമ്പോ അവരുടെ തുടക്കം ഫേസ്ബുക്കിലാണെന്ന് കരുതിയിട്ട് ആ ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ക്യാൻസൽ ആയതുകൊണ്ടോ, അവളുടെ വാട്സപ്പ് ഡിലീറ്റ് ചെയ്തത് കൊണ്ടോ, അവളുടെ സ്മാർട്ട് ഫോൺ തറയിലേക്ക് വലിച്ചെറിഞ്ഞത് കൊണ്ടോ വഴിതെറ്റിപ്പോയ പെണ്ണ് നന്നാവില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം തന്നെ പറയാ, അവള് വളർത്തേണ്ടത് നല്ല കൃഷിസ്ഥലത്തിലാണ്. വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല കൃഷിസ്ഥലത്തിലെ നല്ല സസ്യങ്ങൾ ഉണ്ടാകൂ. നട്ടാൽ ഫുൽ നെല്ല് വിളയുമോ ഫൊട്ട, നാരായം വിട്ടാസു ചുറ്റുമോ ഫൊട്ട. മഹാനായ ശുജായി ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദ്യമെന്നറിയോ? ഫന്തം തെളിച്ചാൽ ഫജ്റാമോ ഫൊട്ട, ഫന്തം തെളിച്ചാൽ ഫജ്റാമോ ഫൊട്ട. ശുജായിയുടെ ചോദ്യമാണ്. ആദ്യം തന്നെ മാതാപിതാക്കളോട് പഠിച്ചോളി. ആദ്യത്തെ വരിയുണ്ട്, ഞാൻ മറന്നുപോയി. നമ്മള് പെണ്ണ് വഴി തെറ്റിയാൽ, ആയിഷ ബീബിയെ ഞാൻ പറയാൻ പോവുക, ആദ്യം പെണ്ണിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തുകൊണ്ടോ അവളെ വാട്സപ്പ് ഡിലീറ്റ് ചെയ്തുകൊണ്ടോ പെണ്ണ് സാലിഹത്താവൂല. ആകണമെങ്കിൽ അതിന് തുടക്കം മുതലേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല കൃഷിസ്ഥലത്തിലെ നല്ല സസ്യം മുളയ്ക്കൂ എന്ന് ഖുർആൻ പറഞ്ഞു പെണ്ണിനെ കുറിച്ച്. ഖദീജ ബീവിക്ക് ഫാത്തിമ പറക്കൂ റളിയല്ലാഹു അൻഹ. ഹാജറ ബീവിയുടെ വീട്ടിലെ ഇസ്മായിൽ എന്ന മകനുണ്ടാവൂ. അല്ലാതെ ഭാര്യയും ഭർത്താവും നല്ലവരല്ലാതിരുന്നാൽ, ഭാര്യ നല്ലവരല്ലാതിരുന്നാൽ മക്കൾ നന്നാവുകയില്ല. നല്ല കൃഷിസ്ഥലത്തിലെ നല്ല സസ്യങ്ങൾ ഉണ്ടാവൂ എന്ന് ശുജായിയുടെ ഒരു പാട്ടുണ്ട്. ആദ്യത്തെ വരിക മറന്നു. അറിയോടെ സഫലമാല ഫന്തം തെളിച്ചാൽ പകൽ കണ്ണടച്ചാൽ ഇരുളാമോ ഫട്ട, ഫന്തം തെളിച്ചാൽ ഫജ്റാമോ ഫട്ട, നട്ടാൽ ഫുൽ നെല്ല് വിളയുമോ ഫട്ട, നാരായം വിട്ടാസു ചുറ്റുമോ ഫട്ട. എടാ പച്ചപ്പൊട്ട, ആരെയാ വിളിക്കണത്? നിങ്ങളെ തന്നെ, എന്നെയും. നമ്മൾ ആരും വിളി കേട്ടിട്ട് അഭിസംബോധന കേട്ടിട്ട് ആർക്കൊരു പ്രശ്നം വേണ്ട. ശുജായി ചോദിക്കുകയാണെടാ പച്ചപ്പൊട്ട, പകൽ കണ്ണടച്ചാൽ ഇരുളാമോ ഫട്ട, പകല് കണ്ണടച്ച് പിടിച്ചാൽ ഇരുട്ടാവുകോ? ഈ പകൽ സമയത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ നിലനിൽക്കുമ്പോ ആ സമയത്ത് കണ്ണടച്ച് പിടിച്ചിട്ട് നടന്നാൽ ഇരുട്ടാന്ന് പറയാൻ പറ്റുമോ? ഫന്തം തെളിച്ചാൽ ഫജ്റാമോ ഫട്ട, നട്ടപ്പാതിരാ നേരത്ത് ഒരു കൊച്ചു പന്തം കത്തിച്ചു പിടിച്ചാൽ പുലരിയായി എന്ന് പറയാൻ പറ്റുമോ? ഫജ്ർ വന്നെന്ന് പറയാൻ പറ്റുമോ? ഇതേപോലെ നട്ടാൽ ഫുൽ നെല്ല് വിളയുമോ ഫൊട്ട, നാരായം വിട്ടാസു ചുറ്റുമോ ഫൊട്ട. നട്ടാൽ ഫുൽ പുല്ല് നട്ടിട്ട്, കൃഷി ഇറക്കുന്ന സമയത്ത് പുല്ല് നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നെല്ല് വരണമെന്ന് പറഞ്ഞാൽ നെല്ല് വരുമോ? പച്ചപ്പൊട്ട. നട്ടത് ഫുല്ലാണ്, പക്ഷേ ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് നെല്ലാവില്ലല്ലോ. പുല്ല് നട്ടാൽ എങ്ങനെയാ നെല്ല് വരിക? കുമ്പളം നട്ടാൽ എങ്ങനെയാണ് മത്തം വരിക? അങ്ങനെ പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്ത് കുമ്പളം കുത്തിയ ഒരു പഴഞ്ചൊല്ലില്ലേ? അങ്ങനെ ഒരു നിങ്ങൾ എന്ത് കണ്ണൂരുകാരാ പഠിച്ചു? നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ ഈ മൊട്ടസുറുക്കെ നെയ്പ്പത്തിരിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉറ. നിങ്ങൾ ഈ അറയെ കയറി ഇരുന്നിട്ട് നെയ്പത്തിരിയും പുട്ടസുറുക്കയായിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിതം കഴിച്ചാൽ മതി. നിങ്ങൾ ഇതൊന്നും പഠിക്കണ്ട. എന്താ കുമ്പളം നട്ടാൻ? കുമ്പളം കുത്തിയ മത്ത ഉണ്ടാവോ എന്നല്ലേ? കുമ്പളം കുത്തിയ മത്തൻ ഉണ്ടാവോ? പാവപ്പെട്ട ഭർത്താവ് വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ആ കഷ്ടപ്പെടുന്ന വാപ്പയുടെ കഷ്ടപ്പാട് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ട്, മക്കളെ
വാപ്പയോട് സ്നേഹമുള്ളൊരു മകളാക്കി വളർത്തേണ്ട ഉമ്മ, ആ ഉമ്മ പാതിരാ സമയത്ത് രഹസ്യകാമുകനുമായി കാതോട് കാതോരം ചേർത്ത് സല്ലപിക്കുമ്പോ, ആ ഉമ്മയുടെ ആഗ്രഹത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലൂടെ ഉമ്മ സഞ്ചരിക്കുമ്പോ, ആ ഉമ്മക്ക് എങ്ങനെയാണ് സ്വന്തമായി മകളെ വളർത്താൻ കഴിയുക? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിന്റെ പാവപ്പെട്ട ഭർത്താവിനോട് സ്നേഹമുള്ളവളായി, വടിപ്പെട്ടവളായി, സാന്ത്വനമുള്ളവളായി, ഒരു നല്ല ഭാര്യയായി നീ ജീവിക്കുമ്പോഴാ നിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പെൺമക്കളായി വളരുന്നതെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന ആധുനിക ഫെമിനിസത്തിന്റെ വക്താക്കളായി ലോകത്തുകൂടി നടന്നു പോകുന്ന റിയാലിറ്റി ഷോകളിലും മ്യൂസിക് ടാലന്റ് ഷോകളിലും ശരീരത്തിന്റെ നഗ്നത മുഴുവനും വെടിതാക്കിയിട്ട് ആടിത്തുമറുക്കുന്ന, അന്യപുരുഷനോടുള്ള ബന്ധങ്ങളിൽ സദാചാരം പാലിക്കാത്ത, അന്യപുരുഷനുമായി കൂടിക്കുടഞ്ഞു നടക്കുന്ന, എല്ലാ സ്വന്തം ഭർത്താവ് അമാനത്തായി ഏൽപ്പിച്ചു പോയ ശരീരം മറ്റുള്ളവന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുന്ന, സ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിലെ സമ്മാനം മോഹിച്ചു പുമറേനിയം പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന, പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ ആഡംബരത്തിന്റെ പ്രതീകം പോലെ ജീവിതത്തെ പുതിയ ആവിഷ്കാരത്തിലൂടെ നടത്തിക്കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ട യുവസമൂഹത്തോട് പറയാ, പൊന്നുമോളെ, നിന്റെ മകള് സ്വാലിഹത്താകണോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സ്വർഗത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കവേ, ആ സ്വർഗത്തിന്റെ ഹൂർലീങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാ, വഹൂറിൻ ഐൻ കമസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഹൂർലീങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോ ഞാനൊരു പ്രസംഗത്തിന്റെ ഗരിമയ്ക്ക് വേണ്ടിയല്ല, നല്ല ഉമ്മക്കെ നല്ല മകള് പറക്കൂ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണമാ പറയാ. ചിപ്പിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മുത്തുകളെ പോലെ കൗതുകം തോന്നുന്ന ലോക സൗന്ദര്യത്തിന്റെ ഉടമകളായ സുന്ദരികളായ പെണ്ണുങ്ങളാണ് ഹൂറികൾ എന്ന് പറഞ്ഞപ്പോ, സഹാബത്ത് മുഴുവനും ആ ഹൂർലീങ്ങളെ കാണാനുള്ള ആഗ്രഹത്തോട് സഹാബത്ത് മുഴുവനും മനസ്സിൽ ഇങ്ങനെ ഹൂർലീങ്ങളുടെ ചിത്രം വന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പത്ര സഹാബാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിലെ ഹൂർലീങ്ങളെ ഈ ദുനിയാവിൽ വെച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടോ സഹാബാ? സ്വർഗത്തിന്റെ ഹൂറി പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ വടിവിനെ കുറിച്ച് പറയുമ്പോ, അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോ അത്ഭുതാതിരേകത്തോടെ കേട്ട് നിന്ന് സഹാബത്തിനോട്, നിങ്ങൾക്ക് അതുപോലൊരു ഹൂറി പെണ്ണിനെ ഈ ദുനിയാവിൽ വെച്ച് കാണണോ സഹാബാ? സഹാബത്ത് അത്ഭുതത്തോടെ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് കാണണം നബിയേ. ആ സമയത്ത് മുത്തുനബി പറഞ്ഞു കൊടുത്തതാണ്, ആർക്കെങ്കിലും സ്വർഗത്തിന്റെ ഹൂർലീങ്ങളായ സ്ത്രീകളെ ഈ ദുനിയാവിൽ വെച്ച് ഹൂർലീങ്ങളെ കാണണമെങ്കിൽ ഫല്യൻദുർ ഇലാ ഉമ്മി റൂമാ, ഫല്യൻദുർ ഇലാ ഉമ്മി റൂമാ, മഹദിയായ ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹയെ നോക്കിക്കൊള്ളുക. എന്റെ പ്രിയപ്പെട്ട വാരങ്കടവിലെത്തിയ പെങ്ങളെ, ആരാ ഉമ്മു റൂമാൻ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാവ് കൊണ്ട് സ്വർഗത്തിന്റെ ഹൂറി പെണ്ണാണ്. ആർക്ക് സ്വർഗത്തിന്റെ ഹൂർലീങ്ങളെ കാണണോ അവർ ഉമ്മു റൂമാന്റെ മുഖത്തേക്ക് നോക്കിയാ മതി എന്നല്ലാണ്ട് റസൂല് പോലും പറഞ്ഞു കൊടുത്ത മഹദിയായ ഉമ്മി റൂമാൻ റളിയല്ലാഹു അൻഹാ. ആരാ ഉമ്മു റൂമാൻ എന്നറിയോ? ആ ഉമ്മു റൂമാൻ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാണ്. ആ ഉമ്മു റൂമാന്റെ മകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ. ഇനി നിങ്ങൾ പറയുക, നല്ല ഉമ്മക്കാണോ നല്ല മകള് പറക്കുക? സ്വർഗത്തിന്റെ ഹൂറി പെണ്ണെന്നല്ലാണ്ട് റസൂൽ പോലും പറഞ്ഞ എന്തിന്റെ പേരിലാ ഹൂർലീങ്ങളോട് ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ ഉപമിച്ചത്? അത് സൗന്ദര്യത്തിന്റെ പേരിലല്ല, അത് ശരീരത്തിന്റെ പേരിലല്ല, പിന്നെയോ ഹൂർലീങ്ങളെ കുറിച്ച് പറയാ, അതിരട്ട ഹുബ്ബ സുവാജിനോട് അവർക്കുണ്ടേ
മലിനങ്ങളില്ല, ശുദ്ധി എപ്പോഴുമുണ്ടേ. അതിരട്ട ഹുബ്ബസ്വാജിനോട് അവർക്കുണ്ട്. ഹൂറുളീങ്ങളെ കുറിച്ച് പറയുന്നത്, ആ ഹൂറുളീങ്ങൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരോട് അതിര് കവിഞ്ഞ സ്നേഹമാണ്, വല്ലാത്ത കടപ്പാടാണ്. അവരെ ഭർത്താക്കന്മാരോട് ഹൃദയം മുഴുവൻ സ്നേഹം നിറക്കുന്ന പെണ്ണുങ്ങളാണ് ഹൂറുളീങ്ങൾ. കാരണത്താലാണ് ഉമ്മുറുമാൻ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ ഹൂറിപ്പെണ്ണ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അതിരറ്റ് സ്നേഹിച്ച ആ ഭർത്താവിനോട് വഞ്ചന കാണിക്കാത്ത ആ ഭർത്താവിനോട് നന്നാവും. ആദ്യം നമ്മൾ കതിരിലാണ് വളം വെക്കുന്നത്. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല, വിത്ത് നടുമ്പോഴേ വളം വെക്കണം. വിത്ത് നട്ടതിന് ശേഷം മുളയ്ക്കുന്നതിന് മുമ്പേ വളമിട്ട് കൊടുക്കണം. അല്ലാതെ വളർന്ന് കൊലച്ചു നിന്നിട്ട് അതിന്റെ കതിരി കൊണ്ടുപോയി വളം വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ മോക്കൊരു 18 വയസ്സായി, രാത്രി അവർക്ക് ഉറക്കമൊന്നും ഇല്ല. കഥയൊക്കെ അടച്ചപ്പോ അകത്തുനിന്ന് ചെറിയൊരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോഴാണ് മോക്ക് വേറൊരുത്തനായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായത്. പിറ്റേ വെള്ളിയാഴ്ച പള്ളിക്കല ഖത്തീബിനെ കൊണ്ട് 100 രൂപ കൊടുത്തിട്ട് എന്റെ മോളൊന്ന് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യം ഇത്തിരി പാടാണ് സഹോദരങ്ങളെ, ഇത്തിരി പാടാണ്. കാരണം ആദ്യം മാതാപിതാക്കൾ അൽ ഉമ്മു അഹഖുലി തർബിയത്തിൽ ഔലാദ്, മക്കളെ സംസ്കാരത്തോടെ നടത്തിക്കൊണ്ടു പോകേണ്ട പ്രധാനപ്പെട്ട ചുമതല ഉമ്മയ്ക്കാണ്. വാപ്പ വീട്ടിലുണ്ടാവില്ല, വാപ്പ എപ്പോഴും ഭർത്താവ് വീട്ടിലുണ്ടാവില്ല. ആ സമയത്ത് ഭർത്താവ് നിങ്ങളുടെ അന്നത്തിന് വേണ്ടി പക്ഷി പറക്കുന്നത് പോലെ പറന്നു പോകുന്ന ആളാണ് ഭർത്താവ്. ആ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് തന്റെ മക്കളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഒരു ഉമ്മയുടെ കടമയാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും വലാ സനൈതു, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, മക്കക്കാർ മുഴുവനും മദ്യപിച്ച് നടക്കുമ്പോൾ എന്ന് പ്രവാചകന് ആഗമനം ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ പോലും ഞാൻ ഒരു തുള്ളി മദ്യം അകത്താക്കിയിട്ടില്ല, അന്ന് ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ല. അത്രയും സംശുദ്ധമായ വ്യക്തിത്വത്തിന്റെ വാപ്പയായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വാപ്പ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ മനസ്സെങ്ങനെയാ? നമ്മുടെ പെമ്മക്കളോട് പറയും, മക്കളെ അന്യ ആണുങ്ങളെ കണ്ടാ നീ നോക്കരുത്. വാപ്പ രാവിലെ ഭയങ്കര ഉപദേശമാണ്. എന്താ ഉപദേശം എന്നറിയോ? മക്കളെ അതിലെ പോകുമ്പോ അന്യ ആണുങ്ങൾ കാണും, നീ നോക്കരുത്, അവരോട് മിണ്ടരുത്, ഇവിടെ പോകരുത്. എന്നാ വാപ്പ അന്യ പെണ്ണുങ്ങളെടുത്ത് പോയാൽ വാപ്പാടെ കണ്ണ് കോഴിക്കുട്ടിലാണ്. നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ സ്വയം, അള്ളാഹുവേ ഞാൻ എങ്ങനെയാണ്? എന്നാലല്ലേ ഞാൻ പറയുന്ന വാക്കെന്റെ മകളുടെ വീട്ടിൽ ഹൃദയത്തിൽ അസർ ചെയ്യൂ. പടച്ചവനെ ഞാൻ എങ്ങനെയാണ് എന്ന് സ്വയമായി ചിന്തിക്കാനുള്ള ഒരു ആത്മവിചാരണ നമുക്കുണ്ടാകണ്ടേ? തന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ജീവിതം കണ്ടുപഠിച്ച് സംസ്കാര സമ്പന്നയായി ജീവിച്ച ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പരീക്ഷയ്ക്കാണ് ആളുകൾ പയ്യെ വരണതേ ഉള്ളൂ. 10 മണിയായി. 11 മണിയാകുമ്പോൾ ഞാൻ പ്രസംഗം നിർത്തും. ഞാൻ സംഘാടകരോട് ആദ്യം പറഞ്ഞു 8:30 എനിക്ക് മൈക്ക് എന്നാലേ ഞാൻ പ്രസംഗിക്കുള്ളൂ. അവസാനമൊക്കെ വന്നൊക്കെ കഴിഞ്ഞപ്പോൾ മണി 9 വരെ. കാരണം നാളെ SSLC പരീക്ഷയാണ്. ഇന്ന് ഒത്തിരി നീട്ടിക്കൊണ്ടുപോയാൽ നമ്മൾ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ്. 11 മണി വരെ ഞാൻ പ്രസംഗിക്കും. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. വാരി വലിച്ചു പറയുന്നതിലൊന്നും അർത്ഥമില്ല. പറയുന്നത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സൗഭാഗ്യം. തന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ജീവിതം കണ്ട് വളർന്ന അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യം പറയാണ്ട് സമയം പരിമിതമായതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഒരു നല്ല ഭാര്യ, ഒരു നല്ല മകൾ ഹസ്രത്ത് ഫാത്തിമ സമകാലീന സ്ത്രീത്വത്തിന്റെ പുനർവായന എന്ന ഒരു ശീർഷകത്തിൽ എൻ്റെ ഒരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളും ഞങ്ങളുടെ മക്കളെ ആ കാസറ്റ് ഒന്ന് വാങ്ങിച്ചിരുത്തി സമാധാനത്തിൽ കേൾപ്പിച്ചു കൊടുക്കും. ആരായിരിക്കണം മകൾ, നമ്മുടെ ഇന്നത്തെ പെൺമക്കൾ ആരാവണം എന്ന ഒരു ശീർഷകത്തിൽ ഹസ്രത്ത് ഫാത്തിമ സമകാലിക സ്ത്രീത്വത്തിന്റെ പുനർവായന എന്ന ഒരു കാസറ്റ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാസറ്റ് വാങ്ങിക്കാൻ സാധാരണ പറയാറില്ല, പക്ഷെ ഇതൊന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ മക്കളെ ഒന്ന് ഇരുത്തി, ഇപ്പൊ വെക്കേഷനൊക്കെ വരുമല്ലേ, ആ സമയത്തൊന്ന് ഇരുത്തി കേൾപ്പിക്കണം. അല്ലാഹുവേ ഹീറ്റർ ഇല്ല, സ്വിച്ച് ഇട്ടാലാവില്ല, നല്ല ചൂട്ടുകൊണ്ട് തെങ്ങിന്റെ ഓല കൊണ്ടുപോയി ചെറിയ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ചൂടാക്കിയ ചൂടുവെള്ളവുമായി ഉമ്മ വരും. വാപ്പ കുളിക്കാൻ വേണ്ടി വരുമ്പോ ആ ചൂടുവെള്ളത്തിന്റെ മുകളിൽ
പച്ചവെള്ളം കിണറ്റിൽ നിന്ന് കോരിക്കൊടുത്ത് ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് വാപ്പ അതിൽ നിന്ന് കപ്പിട്ട് കോരി കുളിക്കുമ്പോ അവിടെ ഒരു ജീവിതത്തിന്റെ കെമിസ്ട്രി രൂപാന്തരപ്പെടുകയാണ്. കഷ്ടപ്പെട്ട് തനിക്ക് അന്നത്തിനു വേണ്ടി പോയി വരുന്ന ഭർത്താവിനെ സ്വീകരിച്ചിരുത്തി ആ ഭർത്താവിന് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊടുത്ത് ഭർത്താവിനെ കുളിക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഭർത്താവ് അവിടെ ഇരുന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചെറിയ മൺവിളക്കിന്റെ ചെരാതിന്റെ ചുറ്റുവട്ടത്ത് ഉമ്മ നോക്കിയിരിക്കുന്നുണ്ടാവും. കുളിച്ചിട്ട് കയറി വരുമ്പോ കഞ്ഞിയും പുഴുക്കും കപ്പപ്പുഴുക്കും, കപ്പ എന്നല്ല പറയാ, കപ്പപ്പുഴുക്കും മുള കൊടച്ചതും ഒക്കെ ആയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഭർത്താവിന് വിളമ്പിക്കൊടുത്ത് ഒരു തവയും ഇട്ടുകൊടുത്ത് ഭർത്താവ് അത് തിന്നുമ്പോൾ അടുത്തിരുന്ന് സാഹൂതം നോക്കി നിൽക്കുന്ന നമ്മുടെ ഒരു ഉമ്മയുണ്ടായിരുന്നു നമുക്ക്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത് കാണാൻ പറ്റൂ? പറ്റില്ല. ആർക്കും ആരെയും തമ്മിൽ വന്നാലുടനെ ബാത്റൂമിൽ കയറി ഹീറ്റർ ഇട്ട് നമ്മൾ കുളിച്ചു ഇറങ്ങിപ്പോയി. ഇന്നതില്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ സ്നേഹത്തിന്റെ കെമിസ്ട്രി ഇല്ല. സ്കൂളിൽ പോയ കുട്ടിയോട് അധ്യാപകൻ ചോദിച്ചു, നിനക്ക് ആരാവാനാണ് ഇഷ്ടം? എല്ലാവരോടും ചോദിച്ചു എന്താവണം. ഓരോരുത്തർ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ആവണം, വേറൊരാൾ പറഞ്ഞു സ്മഗ്ലർ ആവണം, വേറൊരു കുട്ടി പറഞ്ഞു സിനിമ ആക്ടർ ആവണം. അവസാനം ഒരു കുട്ടി ഇരിപ്പുണ്ട്. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നിനക്കാരാവണം? അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിലെ TV ആവണം. കുട്ടി പറഞ്ഞ മറുപടിയാണ്, എനിക്ക് എൻ്റെ വീട്ടിലെ TV ആകണം. അധ്യാപകൻ അത്ഭുതത്തോടെ ചോദിച്ചു, മോനെ എന്താ നീ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ TV ആയാൽ എൻ്റെ വീട്ടിൽ എന്നെ ആരും ശ്രദ്ധിക്കാറില്ല, എനിക്കാരും എൻ്റെ അടുത്ത് ഇരിക്കാറില്ല, എൻ്റെ അച്ഛനും അമ്മ എൻ്റെ അടുക്കൽ ഇരിക്കാറില്ല. പക്ഷേ ഞാനൊരു TV ആയാൽ എപ്പോഴും അമ്മ എൻ്റെ മുമ്പിൽ വന്നിരിക്കും, അച്ഛന് മുമ്പിൽ വന്നിരിക്കും. അവരെല്ലാവരും എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹോദരങ്ങളുമെല്ലാം എൻ്റെ ചുറ്റുവട്ടത്തിരിക്കും. TVക്ക് എന്തെങ്കിലും പറ്റിയാൽ അവരിരുന്ന് കരയും. അത് പെട്ടെന്ന് നന്നാക്കാൻ അവർ വേണ്ടി ശുഷ്കാന്തി കാണിക്കും. എന്നെ ആരും ശ്രദ്ധിക്കാറില്ല. ഞാനൊരു TV ആയിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും എൻ്റെ ചുറ്റുവട്ടത്തുനിന്നിരിക്കുമായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർ കരയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിലെ TV ആകാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെ ഒരു ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലെ, ഞാൻ ഒത്തിരി വാദമൊന്നും പറഞ്ഞില്ലെങ്കിലും ആർക്കെങ്കിലും ഒരു മനസ്സിലൊരു ചിന്തയുണ്ടായാൽ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളോട് നമ്മൾ ഇന്നിങ്ങനെയല്ലേ? അവരോട് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടോ? നമ്മുടെ ഭാര്യയോട് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പണ്ട് മക്കളെ എടുക്കൽ നമ്മളൊക്കെ അമ്പിളി മാമനെ കാണിച്ചിട്ട് മക്കളെ എത്ര പറ്റിച്ചിട്ടുണ്ട്. ചോറ് വാരിക്കൊടുക്കാൻ ഒക്കത്തിരുന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ഇപ്പൊ ഞാൻ വീട്ടിൽ ഉള്ളപ്പോ പറയും, നീ മോളെ ഒന്ന് എടുത്തോണ്ട് പോവാ. ആ അമ്പിളി മാമനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉമ്മ ചോറ് വാരി കൊടുക്കുന്ന ഒരു രംഗം അതിപ്പോഴുണ്ടോ? ഇതിപ്പോഴേ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും, കൊച്ചു TV ഓൺ ചെയ്യും, മക്കളെ കണ്ടുകൊണ്ട് വാരി ഞണ്ണിക്കുളി. വേറെ എന്താ നമുക്കുള്ളത്? പണ്ട് മടിത്തട്ടിലിരുത്തി ഒരു സന്ധ്യാസമയത്ത് നഷ്ടപ്പെട്ടു പോയ ഈ നഗരവൽകൃത ജീവിതത്തിന്റെ യാന്ത്രികമായ ജീവിതത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ചില അനുഭവങ്ങളാണിത്. ആ അനുഭവങ്ങളെ തിരിച്ചു പിടിക്കാത്തിടത്തോളം കാലം കുടുംബം നന്നാവുകയില്ല. മക്കളെ മടിത്തട്ടിലിരുത്തി ചോറ് വാരിക്കൊടുത്ത് ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അമ്മയുടെ ചുണ്ടിൽ നിന്ന് പഠിച്ച ആ പാട്ടുകൾ ഇന്ന് ആ സ്മൃതികൾ എവിടെ പോയി? ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിതത്തിന്റെ തിരക്കൊടിഞ്ഞിട്ട് പരസ്പരം ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു കോലയുണ്ടായിരുന്നു. തിരക്ക് കഴിഞ്ഞ് വരുന്ന വാപ്പയും ഉമ്മയും അത്താടം വിളമ്പിക്കഴിഞ്ഞിട്ട് കോലയിലിരുന്ന് അവരവരുടെ മക്കളെ കുറിച്ച് സംസാരിച്ചിരുന്ന, അവരവരുടെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു കാലം എവിടെ പോയി സഹോദരങ്ങളെ? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ തന്റെ ഭർത്താവിന്റെ തിരക്കറിഞ്ഞ് പെരുമാറാൻ കഴിയാത്ത ഒരു ഭാര്യ, തന്റെ ഭർത്താവിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ട് പെരുമാറാൻ കഴിയാത്ത ഒരു ഭാര്യ. എല്ലാ ഭർത്താക്കന്മാരുടെയും പരാതി അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ്. എല്ലാവരുടെയും പരാതി എന്താ? ഇപ്പൊ ഇവിടെ ഇരിക്കണം, മുമ്പിലിരിക്കണവർക്കും പുറകെ ഇരിക്കണവർക്കും ഒക്കെ പരാതി ഉണ്ടാവും, എന്റെ ഭാര്യ. പിന്നെ ആരും ഞാൻ ഒന്ന് കൈവെക്കാൻ വേണ്ടി പറഞ്ഞ എല്ലാരും കൈവെക്കും. പിന്നെ പൊക്കിക്കാത്തത് ഇത് കഴിഞ്ഞിട്ട് കുടുംബമൊക്കെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരുടെയും വെളുത്ത കുപ്പായം ഹൃദയത്തിന്റെ ഉള്ളിലെ ദുഃഖം മറക്കാനുള്ള വേറൊരു മൂടുപടമാണ്. ഈ വെളുവെളുത്ത കുപ്പായം, ആ കുപ്പായം ഹൃദയത്തിന്റെ ഉള്ളിലെ ദുഃഖം മറച്ചു വെക്കാനുള്ള വേറൊരു മൂടുപടമാണ്. ഈ വെളുത്ത കുപ്പായത്തിന്റെ ഉള്ളിൽ പൊട്ടിക്കരയുന്ന ഒരു ഹൃദയമുണ്ട് എന്നവന്റെ മുഖത്തിന്റെ ഭാവവ്യത്യാസങ്ങൾ പറഞ്ഞു തരും. ഇല്ലേ? അങ്ങനെയല്ലേ? ആണെന്നോ അല്ലെന്നോ? നിങ്ങളെന്തോ സീറ്റ് കിട്ടാത്ത സ്ഥാനാർത്ഥിയെ പോലെ ഇരിക്കണം.
ഈ അവസാനത്തെ ലിസ്റ്റൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഗണേഷ് ബാബു ഏതാ, കോൺഗ്രസ്സാ കമ്മ്യൂണിസ്റ്റാ? കോൺഗ്രസിന്റെ നാമം ഒരു മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പരിഗണിക്കുന്ന ലിസ്റ്റ് എല്ലാം കൂടെ എടുത്തപ്പോൾ ബദരീങ്ങളെക്കാളും കൂടുതലുണ്ടാവും. പിന്നെ അതിൽ നിന്ന് പിന്നെ 4 പേരുടെയാണ് ഇപ്പൊ പോയിട്ടുള്ളത് ACC അല്ലേ, 4 പേർ. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചോളീൻ. ധാരാളം വാരി വലിച്ചു പറയേണ്ടതില്ല. എന്നെ മനസ്സിലാക്കാൻ എന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്ക രാജ്യത്തിന്റെ നടുവിലൂടെ ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ 4 പാട് ശത്രുക്കൾ കൊല്ലാൻ കാത്തു നിൽക്കുമ്പോ അനേകം ആളുകൾ ഇസ്ലാമിന്റെ വെള്ളപ്രവാഹത്തിലേക്ക് കടന്നു വരുമ്പോ എല്ലാ പ്രയാസങ്ങളും വൈതരണികളും വൈഷമ്യങ്ങളും വൈക്ലഭ്യങ്ങളും ആധികളും വ്യാധികളും വ്യതകളും ശ്രദ്ധകളും തന്റെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയ ഭർത്താവ് പാതിരാ സമയമാകുമ്പോ വീട്ടിലേക്ക് വരുമ്പോ 1000 പ്രയാസമായിട്ടാണ് വരുന്നതെന്ന് ഉത്തമയായ ഭാര്യക്കറിയാം. ആ ഉത്തമയായ ഭാര്യയാണ് ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലോട്ട് കടന്നു വന്നപ്പോ ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി, ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണാരാണ് നബിയേ? ഹബീബായ തിരുദൂതരുടെ മറുപടി വന്നു, ആയിഷ, അത് നിന്നോടാണ് മോളെ. എന്റെ ഹൃദയത്തിലെ ഏറ്റവും സ്നേഹം നിന്നോടാണ് ആയിഷ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അത്രേ, ആയിഷ നിന്നോടാണ് മോളെ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാലും നീയാണ്, കണ്ണു തുറന്നാലും നീയാണ്. അത് അയൽപക്കക്കാരന്റെ ഭാര്യയെ നോക്കി പാടേണ്ടതല്ല, അത് ആൽബത്തിന്റെ പെണ്ണിന്റെ തിരയിളക്കമല്ല, അതെവിടെയെങ്കിലും ശരീരം വിൽപ്പനക്ക് വെച്ച വ്യഭിചാരി പെണ്ണിന്റെ സാമീപ്യമല്ല. നിന്റെ കിടപ്പറയിൽ നിന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളികളായ നിന്റെ മക്കളെ നിനക്ക് വളർത്തി തന്ന നിന്റെ ഭാര്യയോട് പറയേണ്ടതാണ്, എന്റെ ഹൃദയത്തിനുള്ളിൽ നീയാണ് ആയിഷ. ഇതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉജാല ജിസ്ക ഘർ മേ ചാന്ദി തീന സോനാ ഥാ. ഇതായിരുന്നു മദീനയുടെ രാജാവ്, ഇതാണ് മക്കയുടെ ഭരണാധിപര്. ആയിഷ ബീവിയുടെ ചോദ്യം തീർന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമേത് പുരുഷനോടാണ് നബിയെ? ആണുങ്ങളിൽ അങ്ങേക്ക് ഏറ്റവും സ്നേഹമാരോടാണ്? മുത്തുദൂതരുടെ സന്ദർഭോചിതമായ മറുപടി വന്നു, ആയിഷ, അബൂക്കയോടാണ് മോളെ. അബൂക്കി, നിന്റെ വാപ്പയോടാണ് മോളെ. അതെന്റെ അബൂബക്കറിനോടാണ് മോളെ. മൈലാഞ്ചി കല്യാണം നിക്കാഹിന്റെ ഭാഗമല്ല, വളയിടല് നിക്കാഹിന്റെ ഭാഗമല്ല. പൊള്ളാച്ചി ചന്തയില് പോത്തിന് വെക്കുന്നത് മാതിരി ഇങ്ങനെ തൂക്കിക്കൊടുക്കൽ ഇസ്ലാമിന്റെ ഭാഗമല്ല. ഇസ്ലാമിന്റെ വിവാഹം ലളിതമാണ്. 2 സാക്ഷികൾ വിവാഹത്തിന്റെ മഹർ മൂല്യമായിട്ട് കൊടുക്കുക. അതൊരു ഖുർആൻ കൊടുത്താലും മഹർ സാധുവാണ്. എന്നിട്ട് 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് പറയുക, സവ്വദതുക വഅൻകഹതുക ബിന്ദി കദാ വകദാ കബിൽതു മിൻക നിക്കാഹ എന്ന് പുതിയ ആപ്പിള പറഞ്ഞാൽ വിവാഹം സാധുവായി. ഇസ്ലാമിന്റെ വിവാഹം 5 മിനിറ്റ് ഒരു ഖുത്ബ. ഇസ്ലാമിന്റെ വിവാഹം 5 മിനിറ്റ്. ഇന്നലെ ഒരാൾ എന്റെ മോളുടെ കല്യാണം വിളിച്ചു, ഉസ്താദേ 16ഉം 17ഉം. ഞാൻ 2 പ്രാവശ്യം കെട്ടിക്കുന്ന മോളുടെ കല്യാണം 16ഉം 17ഉം. ഞാൻ ചോദിച്ചാൽ മോളെ 2 പ്രാവശ്യം കെട്ടിക്കുന്നുണ്ട്. അപ്പോഴാണ് 16-ന് മൈലാഞ്ചി കല്യാണം, 17-ന് അസ്രി കല്യാണം. ഇതിപ്പോ നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, അതൊന്നും നിക്കാഹിന്റെ ഭാഗമല്ല. നമ്മൾ മൈലാഞ്ചി കല്യാണത്തിന് പെണ്ണുങ്ങളുടെ താളത്തുമുറുപ്പം കണ്ടു. കാസർഗോഡ് പ്രദേശത്തൊക്കെ മഞ്ഞ കല്യാണം നടത്താറുണ്ട് അത്രേ. വാപ്പ മഞ്ഞ വസ്ത്രം, ഉമ്മ മഞ്ഞ വസ്ത്രം, പുതിയ പെണ്ണിന് മഞ്ഞ സാരി, വരുന്നവർക്കെല്ലാം മഞ്ഞ വസ്ത്രങ്ങൾ, വിളമ്പുന്ന പാത്രം പോലും മഞ്ഞ.
എവിടെ നിന്നോ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചിട്ട് വിവാഹ ചന്തയിലും മത്സര ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിനോട് കല്യാണത്തിന് കാണേണ്ട കാഴ്ച വന്നാട് നിന്റെ കയ്യിലേക്ക് പ്രിയപ്പെട്ട തങ്ങളവറുകൾ പിതാവിന്റെ കൈയെടുത്തിട്ട് നിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും. അതൊരു സിംബോളിക്കാണ്. ആ സമയത്ത് ഭാര്യ പിതാവ് പറയുന്നത് എന്തെന്നറിയോ? 10-18 വർഷം കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ചെന്റെ കൺമണിയെ നിന്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്റെ പൊന്നുമോളുടെ ജീവിതം നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് കണ്ണൂര് കടപ്പുറത്ത് കണ്ണൂര് കടലിന്റെ തിരമാലകളെക്കാൾ വലിയ അവളെ ഞാൻ ഇവന്റെ കയ്യിലേക്ക് ഏൽക്കുമ്പോ എന്നെ മോൾക്കിനി നല്ല ജീവിതമായിരിക്കുമോ? അവൾക്കിനി ദുഃഖമായിരിക്കുമോ? അവൾക്കിനി ദുരിതമായിരിക്കുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സമയത്ത് വിവാഹം, ആ സമയത്ത് പറയുന്ന ഒരേ ഒരു വാക്കിന് അർത്ഥം നിങ്ങൾ പഠിച്ചാൽ മതി. ബഹുമാനായ കാളിമാര് പറഞ്ഞു തരും, കല്യാണം കഴിക്കാനിരിക്കുന്ന വലിയനോട് ഭാര്യാപിതാവിനോട് പറഞ്ഞു കൊടുക്കും, من إمساك بمعروف أو تسريح بإحسان. ആ സമയത്ത് നമ്മുടെ അമ്മ ശങ്കാക്ക പറഞ്ഞു തരുന്നതാണ്, അല്ലാഹു കൽപ്പിച്ചതുപോലെ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരികയാണ്. എന്റെ പൊന്നുമോളെ ഞാൻ വളർത്തിക്കോ, ഒരു പോറലില്ലാതെ കടിക്കുന്നത്. ആ ഒരു പിതാവിന്റെ വേർപൊട്ടുന്ന വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമറിയാൻ കഴിയാത്തവരാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ സമയത്ത് നമ്മുടെ ഭാര്യയോടുള്ള കടപ്പാടറിയാൻ ആധുനിക ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർക്ക് അതറിയണമെന്നില്ല. നമ്മുടെ സമൂഹം മുഴുവൻ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ഫ്രീക്കൻ ചെറുപ്പക്കാരെന്ന് പറഞ്ഞ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രീക്കന്മാരെന്ന് പറഞ്ഞാൽ അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണ നിമിഷങ്ങളിൽ വേറൊന്നും വിചാരിക്കണ്ട, തങ്ങളുടെ ഭാര്യമാരുടെ മടിയിൽ തലവെച്ച് കിടത്ത എത്ര ഭർത്താക്കന്മാർ. തങ്ങൾ നേരത്തെ പോകുന്നു, നമ്മൾ പറയലിരുന്ന അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ മനുഷ്യന്മാരെ ഉറക്കെ ഇത്രയും നല്ല വാത് പറഞ്ഞു തന്നിട്ടെങ്കിലും ഉണ്ടായിരിക്കുക. നരകവും സ്വർഗവും ഒന്നല്ല പറയണത്, ഇപ്പോഴത്തെ നരകമാണ് പറയണത്. ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്നു. തന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? കൈവെക്കാൻ പറഞ്ഞ ഉള്ളതാണോ? ഉള്ള തീത്തപ്പേരും കൂടെ പോകും. സമയമില്ല. എന്താ സമയമില്ലാത്തത്? അപ്പൊ പിന്നെ നാട്ടിലെ ഓട്ടോക്കാരനോ അല്ലെങ്കിൽ വേറെ പോസ്റ്റ്മാനോ ഒക്കെ സമയം ഉണ്ടാവും. നമുക്ക് സമയമില്ലെങ്കിൽ വേറെ ആൾക്ക് സമയം ഉണ്ടാവും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഭാര്യമാർ നമ്മിൽ നിന്ന് പലതും കൊതിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ വെറുതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാര്യമാരോട് ഒരിക്കലും നമ്മളെക്കാൾ നല്ല ഒരു സംസാരം വേറൊരു പുരുഷൻ അവർ കേൾക്കരുത്. സമയം കണ്ടെത്തണം. ലോകത്തെ ഏത് കോണിലാണെങ്കിലും സമയം കണ്ടെത്താൻ കഴിയണ്ടേ? എന്നോടിപ്പോ ഇന്ന് ഞാൻ വന്നപ്പോഴും വാതിന് ഡേറ്റ് ചെയ്ത് കുറെ പേര് വന്നു. ഞാൻ കൊടുക്കൂല. ഞാൻ ആഴ്ച 4 ദിവസം വാതോരോളൂ, 3 ദിവസം ഭാര്യയ്ക്കാൻ. എന്ത് മലകുത്തി വന്നാലും 4 ദിവസം, ഏറ്റവും കൂടി 5 ദിവസം. 3 ദിവസം ഞാൻ വീട്ടിലാണ്. ഉസ്താദെ വിശ്രമത്തിനിടുന്ന സമയം നമുക്ക് തരുമോന്ന് ചോദിച്ചു ഒരാളോട്. എന്നോട് ചോദിച്ചു, ഉസ്താദെ വിശ്രമത്തിനൊക്കെ ഇടണ സമയം, അത് ഉസ്താദ് വീട്ടിൽ നിൽക്കാൻ വേണ്ടി തരുന്ന സമയമില്ലേ, ആ സമയം തരുമോ? പണ്ട് നമ്മുടെ നാട്ടിലെ ഖത്തീബ് വ്യാഴാഴ്ച വീട്ടിൽ പോയപ്പോൾ സെക്രട്ടറി ചോദിച്ചു, എന്തിനാ എപ്പോഴും വീട്ടിൽ പോണത്? അപ്പോൾ സെക്രട്ടറിയോട് ഇമാമ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അദ്ദേഹം എപ്പോഴും വീട്ടിൽ പോകണം എന്തിനാ, പള്ളിയിൽ ഇമാമത്തേക്ക് ആളില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമാമത്ത് നിൽക്കാൻ ഞാനില്ലെങ്കിൽ പള്ളിയിൽ അസിസ്റ്റന്റ് ഇമാമിനെ നിർത്താം, പക്ഷേ ഞാൻ വീട്ടിൽ പോയില്ലെങ്കിൽ അസിസ്റ്റന്റ് ഇമാമിനെ പറഞ്ഞുവിടാൻ പറ്റുമോ? വീട്ടിൽ അസിസ്റ്റന്റിനെ വെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പോയേ പറ്റൂ. അപ്പൊ ഉസ്താദ് വീട്ടിൽ നിൽക്കണ സമയം വാതിന് ഡേറ്റ് ആണെന്ന് ചോദിക്കരുത്. ഞാനിപ്പോ എന്റെ കാര്യം വേണ്ട, ഞാൻ എന്റെ ഒരു നിഷ്ഠയുണ്ട്. ആ നിഷ്ഠയ്ക്കപ്പുറത്തേക്ക് പോയാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നീ നാട്ടുകാരോട് വാതു പറഞ്ഞു നടത്തി, എന്തേ നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട്? അത് കൗൺസിലർ ആണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, വീട്ടിൽ കുറച്ച് സമയം വേണം.
കേട്ടോ മനസ്സിലല്ലേ? വീട്ടിൽ കുറച്ചു നേരം ഞാൻ പ്രസംഗിച്ച എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. വീട്ടിൽ നമ്മുടെ ഭാര്യ നമ്മളിൽ നിന്ന് കൊതിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ അച്ഛന്റെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ സാമീപ്യം കൊടുക്കുന്ന ഒരു നല്ല അച്ഛനാകുമ്പോഴേ ഒരു നല്ല ഭരണകർത്താവാകാൻ നമുക്ക് കഴിയും. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഭരണകർത്താവിന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഭാര്യയുടെ മടിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് രഹസ്യ സമയം ഉണ്ടാവണം. അതിന് തങ്ങൾ പോയല്ലോ അല്ലേ, ധൈര്യമായിട്ട് പറയാം. എനിക്ക് എന്റേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ വീടിന് കുറച്ച് മുറ്റം ഉണ്ടാവണം. നമ്മുടെ വീട് ഇച്ചിരി സൗകര്യം ഒക്കെ ഉള്ള വീട്, ഇച്ചിരി മുറ്റം ഉണ്ടാവണം. ആ മുറ്റത്തിന്റെ മുമ്പിൽ അല്പനേരം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തിരക്കിന്റെ ഇടയിൽ ഭാര്യമാരുമായി സമയം കണ്ടെത്തുമായിരുന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആയിഷ റളിയല്ലാഹു തആല എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒരേപോലെ അല്ലാഹുവിന്റെ റസൂൽ നിന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല ആരായെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടിയിൽ തലവെച്ച് കിടന്ന ഭാര്യ, സല്ലാമങ്ങളെ നടത്തിയ ഭാര്യ, എല്ലാ സന്തോഷങ്ങളും കൊടുത്തുപോയ ഭാര്യ. ഇവിടെ വളരെ പരമപ്രധാനമായൊരു കാര്യമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളും ആ രീതിയിലൊക്കെ ആകണം. ഭാര്യയും ഭർത്താവും തമ്മിൽ മക്കളൊക്കെ ഉറങ്ങിയതിനു ശേഷം ഒരല്പനേരം വന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വകാര്യ നിമിഷമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വകാര്യ നിമിഷത്തിന്റെ ഇടയിൽ ഈ അമ്മായി അമ്മമാര് മതിലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓന്ത് നോക്കണമാതിരി നോക്കാൻ പാടില്ല. ചില അമ്മായി അമ്മമാരും ചില അമ്മായി അമ്മമാരുണ്ട്, മകനും മരുമോളും കൂടെ ഇരിക്കുന്ന സമയത്ത് അവരങ്ങനെ തന്നെ വിടൂല്ല. അപ്പൊ അങ്ങനെ സൂഹിക്കണ്ട. അങ്ങനെ ഈ പൊട്ടി ഇങ്ങനെ ഈ മയിൽക്കുറ്റിയുടെ മുകളിൽ ഇരുന്നിട്ട് ഓന്ത് തലയിട്ട് നോക്കണമാതിരി പാടില്ല. അതൊരു നല്ല പെണ്ണിന്റെ സ്വഭാവമല്ല. അപ്പോ ആ അമ്മായിയമ്മയ്ക്ക് എന്തോ രോഗമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അതൊരു സൈസ് വേറൊരു രോഗമാണ്. പാടില്ല. ഭർത്താക്കന്മാർക്ക് ധൈര്യമായി ഉമ്മമാരോട് പറയാം, ഉമ്മ എന്റെയും ഭാര്യയുടെയും സ്വകാര്യ നിമിഷങ്ങൾ അത് അല്ലാഹുവിന്റെ റസൂല് ചെയ്തു തന്നതാണ്. അവിടെ ഉമ്മ വരരുത്. ഉമ്മയ്ക്ക് ആവശ്യമുള്ള ഖിദ്മത്തുകളൊക്കെ ഞാൻ ചെയ്തു തരും. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോളീൻ. മടിയിൽ തലവെച്ച് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്താലും ഈ പെണ്ണെന്ന് പറയുന്ന സാധനം ഒരുമാതിരി ഈ വെരികിന്റെ സ്വഭാവമാണ്. അവൾ ഏത് സമയത്തും തലതിരിഞ്ഞിക്കും. ഇനി നിങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തെന്ന് വിചാരിച്ചോ, എന്നാലും ഈ പെണ്ണ് ചില സമയത്ത് നേരെ തിരിഞ്ഞിക്കും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനും ആയിഷ റളിയല്ലാഹു തആല തമ്മിൽ ഒരു ദിവസം പിണങ്ങി. അവര് രണ്ടുപേരും തമ്മിൽ വല്ലാത്ത പിണക്കമായി. ആ പിണക്കം ഒരു മധ്യസ്ഥൻ വന്ന് പരിഹരിക്കേണ്ട അവസ്ഥയെത്തി. ശ്രദ്ധിച്ചു കേൾക്കണേ. രണ്ടുപേരും തമ്മിൽ പിണങ്ങി, പിണക്കം വ്യാപകമായി. അവരിടയിൽ മധ്യസ്ഥം വരേണ്ട സമയമായി. ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ പെണ്ണ് പിണങ്ങി. ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. നല്ല രസമായി വിഷയം സംസാരിക്കാം, പക്ഷെ സമയമാണ്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അവരുടെ കുടുംബജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ നമുക്ക് തുടങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ ഇടയിൽ മധ്യസ്ഥനായി അബൂബക്കർ റളിയല്ലാഹു തആല കടന്നു വന്നു. അബൂബക്കർ റളിയല്ലാഹു തആല വന്നിരുന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല മുത്തുനബിയോട് ചോദിച്ചു, നബിയേ നിങ്ങൾ ആദ്യം പറയുന്നുവോ അതല്ല ആയിഷാന്റെ റസൂൽ ചോദിച്ചു, ആയിഷ നീ ആദ്യം പറയുന്നുവോ അതല്ല ഞാൻ പറയണോ ആയിഷ? മധ്യസ്ഥനായിട്ട് നിന്റെ വാപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. മധ്യസ്ഥനോട് പറയാനുള്ളതൊക്കെ എന്നെ കുറിച്ച് പറയാനുള്ളതൊക്കെ നീ പറയുന്നു ആയിഷ, അതല്ല ഞാൻ പറയണോ ആയിഷ? അപ്പുറത്തിരുന്നിട്ട് പത്തിരി ചുടുന്നതിന്റെ ഇടയിൽ ആയിഷ ബീവി പറഞ്ഞു, നബിയെ നിങ്ങൾ ആദ്യം പറഞ്ഞു, എനിക്ക് കുറേയേറെ പറയാനുണ്ട്, നിങ്ങൾ ആദ്യം പറഞ്ഞു നബിയെ. ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞു, എനിക്ക് കുറച്ചേറെ പറയാനുണ്ട്. അതുകൊണ്ട് അതൊരു വഴക്ക് കൂടുന്ന സമയത്തുള്ള ഒരു വീര്യമാണ്. അത് നീ പറ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നമ്മൾ പറയൂല, ഒരു വീര്യമാണത്. എന്തെന്ന്? മനസ്സിലുള്ള വികാര വിക്ഷോഭങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ് വാക്ക്. ആയിഷ ബീവി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞു, ഇതെവിടെയാ?
ഇതാണ് ഹൗദുൽ കൗസർ കോരി കുടിക്കുന്ന നായകൻ. വലഹുൽ വസീലത്തു വൽ ഫളീലത്തു വൽ ഉലാ വമഖാമുൽ മഹ്മൂദു യൗമൽ മൗഇദി. വസീലയുടെയും ഫളീലയുടെയും നായകനാ ആയിഷ ബീവി പറഞ്ഞു, നബിയേ അങ്ങ് ആദ്യം പറഞ്ഞു നബിയേ, അതിനുശേഷമേ ആയിഷ പറയുന്നുള്ളൂ. പക്ഷേ അങ്ങ് ആദ്യം പറയുമ്പോ ലാ തഖൂലു ഇല്ലൽ ഹഖാ, ഉള്ളതേ പറയാവൂ, ഇല്ലാത്തത് കയ്യിൽ നിന്നിട്ട് പറയരുത് നബിയേ. അങ്ങ് ആദ്യം പറയുന്നത് കൊള്ളാം, പക്ഷെ എന്നെ കുറിച്ച് വേണ്ടാത്തത് പറയരുത്, എന്നെ കുറിച്ച് കള്ളം എന്റെ വാപ്പായോട് പറഞ്ഞു കൊടുക്കരുത്, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നോട് പറയരുതേ. ലാ തഖൂലു ഇല്ലൽ ഹഖാ, എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കരുത്. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു തആല കോപിട്ടനായി ചാടി എഴുന്നേറ്റ് തന്റെ മകളുടെ പെടലിൽ ഒരു അടി കൊടുത്തിട്ട് ചോദിച്ചു, ആയിഷ നീ ആരോടാണ് വർത്തമാനം പറയുന്നത്? അവയഖൂലു ഇല്ലൽ ഹഖാ, അല്ലാഹുവിന്റെ റസൂൽ സത്യമല്ലാത്തത് പറയോടി പെണ്ണേ. ഇത് അല്ലാഹുവിന്റെ റസൂലല്ലേ, ഇത് ഹബീബായ മുത്തല്ലേ, ഇത് അന്ത്യപ്രവാചകനല്ലേ, ഹക്കല്ലാത്ത കാര്യം റസൂലുള്ള പറയോ? നീ എന്ത് വർത്തമാനമാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് മധ്യസ്ഥനായി വന്ന അബൂബക്കർ റളിയല്ലാഹു തആല പെരടിക്കൊരു അടി വെച്ചു കൊടുത്തു. ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു പോയി, ഭർത്താവിന്റെ മുമ്പിൽ തോറ്റും പോയി, വാപ്പാന്റെ കയ്യിൽ നടിയും കിട്ടി. ഇളിപ്പതയോട് സങ്കോചത്തോട് ആയിഷ റളിയല്ലാഹു തആലയുടെ കവിൾത്തടത്തിൽ കണ്ണുനീര് തടം തല്ലിയാ തൊടുക. ഇവിടെയാണ് മുത്ത് റസൂലിനെ നാം പരിചയപ്പെടുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് വെളിച്ചമാണ് നബിയേ, അങ്ങ് വെളിച്ചമാണ് നബിയേ, അങ്ങ് തെളിച്ചമാണ് നബിയേ, അങ്ങ് ജാജ്വലമാണ് നബിയേ, അങ്ങ് ഉജ്ജ്വലമാണ് നബിയേ, അങ്ങ് ഉദാത്തമാണ് നബിയേ, അങ്ങ് ഉഗ്രമാണ് നബിയേ, അങ്ങ് ആദർശമാണ് നബിയേ, അങ്ങ് അഭിലാഷമാണ് നബിയേ, അങ്ങ് അത്യാഗ്രഹമാണ് നബിയേ, അങ്ങ് ആഖിറത്തിന്റെ നായകനാണ് തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ സ്നേഹത്തിന്റെ നിറകുടമായ ആയിഷ റളിയല്ലാഹു തആലയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റോടിച്ചെന്ന് ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകൻ ആയിഷ ബീവിയെ തന്നെ നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് ആയിഷ റളിയല്ലാഹുവിന്റെ കണ്ണുനീര് തന്റെ റിസാലത്തിന്റെ പൂങ്കരം കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് പറഞ്ഞു, അത്ര കരയല്ലേ ആയിഷ, കരയല്ല മോളെ ആയിഷ. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അബൂബക്കറെ മധ്യസ്ഥത പറയാനാണ് നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചത്, എന്റെ ഭാര്യ അടിക്കാ നിന്നോട് ആര് പറഞ്ഞു? അബൂബക്കറെ എന്റെ ഭാര്യയെ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അബൂബക്കറെ. അബൂബക്കർ റളിയല്ലാഹു തആല ഇളിപ്പനായി പോയി. സ്വന്തം ഭാര്യയുടെ കണ്ണുനീര് കാണുമ്പോ അത് കണ്ടിട്ട് ചിരിക്കുന്നവനല്ല, ആ കണ്ണുനീര് തുള്ളികൾ തുടച്ചു കളയുന്നവനാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ലോകത്തേക്ക് വന്ന തിരുദൂതരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, അന്യന്റെ വീട്ടിലെ പെണ്ണിനെയല്ല, ഇന്നലെ വന്ന കാമുകിയല്ല, ഓഫീസിൽ വന്ന സ്റ്റാഫിനല്ല, നിന്റെ കയ്യിൽ പിടിച്ചിട്ടൊരു വിരൽ തുമ്പിൽ പിടിച്ച് സ്വന്തം വാപ്പയോട്, സ്വന്തം ഉമ്മയോട്, സ്വന്തം വീടിനോട്, സ്വന്തം സഹോദരങ്ങളോട് എല്ലാം വിട പറഞ്ഞിട്ട് നിന്റെ വിരൽ തുമ്പിൽ പിടിച്ചിട്ട് നിന്നെ വിശ്വസിച്ചിട്ട് ഇറങ്ങി വന്ന നിന്റെ പെണ്ണ്, നിന്റെ മക്കളെ പ്രസവിച്ചു തന്ന പെണ്ണ്, ഒരൊറ്റ കാര്യം എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുമോനെ, ഈ ആരോഗ്യമൊക്കെ നശിച്ചു പോകും, ഇന്നില്ലെങ്കിൽ നാളെ. ഈ ആരോഗ്യത്തിനൊന്നും ഗ്യാരണ്ടി ഇല്ല, ഈ കാണുന്ന ശരീരത്തിനൊരു ഗ്യാരണ്ടി ഇല്ല. ഏത് സമയത്തും രോഗം നിന്നെ കൊണ്ടുവരുമ്പോ ആ രോഗത്തിന് അടിമയായി കിടക്കയിൽ കിടന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്താൽ നിന്റെ മലമൂത്ര വിസർജനം അറപ്പില്ലാതെ വെറുപ്പില്ലാതെ മുഖം ചുളുക്കാതെ അത് വാരിക്കളയുന്ന രണ്ടേ രണ്ട് ജന്മങ്ങളെയുള്ളൂ. അത് നിന്റെ സഹോദരങ്ങൾക്ക് കഴിയില്ല, അത്
അത് നിന്റെ കൂട്ടുകാർക്ക് കഴിയില്ല, അത് നിന്റെ മക്കൾക്ക് കഴിയില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് പഴം തുണിക്കെട്ട് പോലെ കട്ടിൽ കിടക്കുമ്പോ അറിയാതെ പോയ മലമൂത്ര വിസർജനം അറപ്പും വെറുപ്പും ഇല്ലാതെ വാരിക്കളയണമെങ്കിൽ അത് രണ്ട് സ്ത്രീജന്മത്തിനെ കഴിയൂ. അതൊന്ന് നിന്റെ ഉമ്മയാണ്, മറ്റൊന്ന് നിന്റെ ഭാര്യയാണ്. ഉമ്മയ്ക്കും ഭാര്യക്കുമല്ലാതെ അറപ്പും വെറുപ്പും ഇല്ലാതെ നിന്റെ കാട്ടന്മാരി കളയാൻ കഴിയില്ല മോനെ. നിന്റെ കൂടെ നടക്കുന്ന കാമുകിക്കൊരു ലക്ഷ്യമുണ്ട്, അത് നിന്റെ ശരീരമാണ്, അത് നിന്റെ ആരോഗ്യമാണ്, അത് നിന്റെ പോക്കറ്റിലെ പണമാണ്. നിന്റെ കാട്ടം മാറണോ, ആപത്ത് ഘട്ടത്ത് നിന്റെ അടുത്തിരുന്ന് സാന്ത്വനം പറയണോ, അത് നിന്റെ ഭാര്യക്കേ കഴിയൂ, അത് നിന്റെ ഭാര്യക്കേ കഴിയൂ. മരിച്ചിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ മരന്ന് കിടക്കുമ്പോ ഇന്നലെ എന്റെ കിടപ്പറയില് കിടന്നവനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. നിന്നെ സ്നേഹിച്ച ഒരാളും ഉണ്ടാവില്ല. നിന്നെ സ്നേഹിച്ചവരൊക്കെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ. മിനിങ്ങാനാണല്ലോ ഇന്നലെയാണല്ലോ കേരളത്തിന്റെ കലാരൂപങ്ങളിൽ പൊട്ടിച്ചിരിപ്പിച്ച കലാഭവമണിയുടെ ചിതയിലേക്ക് തീ കൊളുത്തിയത്. ചാലക്കുടിക്കാരന്റെ പ്രിയങ്കരനായ കലാഭവമണിയുടെ മൃതദേഹവുമായി കടന്നു വരുമ്പോ ആ മനുഷ്യന്റെ എല്ലാ പത്രങ്ങളും എഴുതിയല്ലോ ചാലക്കുടിയുടെ പ്രിയങ്കരനാ. പക്ഷെ അവിടെയൊക്കെ നാം കാണാത്തൊരു സത്യമുണ്ട് സഹോദരങ്ങളെ. തങ്ങളെ സ്നേഹിച്ചവന്റെ മൃതശരീരം മണ്ണിൽ പൊതിഞ്ഞിട്ട് വരുമ്പോ ആ മൃതശരീരത്തിന്റെ ചുറ്റിൽ നിൽക്കുമ്പോ അയാളെ കാണാമെന്ന സെലിബ്രിറ്റി താരങ്ങളെ കയ്യിൽ പിടിക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള വ്യഗ്രതയിടയിൽ ആ മനുഷ്യന്റെ ജഡം പോലും മറിഞ്ഞ് നിട്ടത്ത് വീണുവെങ്കിൽ ആ സമയത്തും മരിച്ചവനോടുള്ള സ്നേഹമല്ല, വന്ന സെലിബ്രിറ്റി താരങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണെങ്കിൽ കലാഭവൻ മണിയുടെ ചിതക്ക് തീ കൊളുക്കുമ്പോ ആ ചിതയുടെ ആളിക്കത്തുന്ന തീയിലേക്ക് ഒരു മനുഷ്യന്റെ പച്ച ശരീരം പൊട്ടിത്തെറിച്ചു പോകുമ്പോ അപ്പോഴും ചിതയെരിയുന്ന തീയുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന അനുയായികളെ കണ്ടപ്പോ ഇവരാണ് ആ മനുഷ്യന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്, ഇവരാണ് അയാൾക്ക് വേണ്ടി പുറകെ നടന്ന് സിന്ദാബാദ് വിളിച്ചത്, ഇയാളാണ് അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചത്. പക്ഷെ അവരുടെ ഈ സ്നേഹം എവിടെയാ? അവസാന ചിതയിലേക്ക് എരിയുമ്പോഴും ആ ചിതയുടെ അരിയിൽ നിന്ന് സെൽഫി എടുക്കാൻ അത്യാഗ്രഹം കാണിക്കുമ്പോ പൊന്നുമോനെ അവിടെ സെൽഫി എടുക്കാൻ കാണാതിരുന്നത് അയാളുടെ ഭാര്യയാണ്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞത് അയാളുടെ മക്കളാണ്. ബാക്കി ആ മനുഷ്യന്റെ പുറകിൽ നിന്ന് ജനലക്ഷങ്ങൾ അയാളുടെ പേരിൽ അഡ്രസ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. നാളെ നീ മരിച്ചാൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കിടന്നാൽ അഹമ്മദ് കബീർ ബാക്കവി മരിച്ചിട്ട് മയ്യത്തായി വീട്ടിലെത്തിയാൽ നാളെ വകലും കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവ് വരുമെന്ന് കാത്തിരിക്കുന്ന എന്റെ ഭാര്യയാണ് എന്നെ മയ്യത്തിന്റെ ചുറ്റിലിരുന്നിട്ട് കരയാനുണ്ടാവുക. എനിക്ക് വേണ്ടി കരയാനുണ്ടാവുന്നത് എന്റെ മക്കളാണ്, എന്റെ മക്കളാണ്, എന്റെ മക്കളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നീ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ അടുത്ത് നിന്ന് പൊട്ടിക്കരയാൻ കഴിയുന്ന സ്നേഹത്തിന് വില കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണമെങ്കിൽ വല്ലാത്ത പെടാപ്പാടാണ്. ഫേസ്ബുക്കും വാട്സപ്പും നോക്കിയിട്ടും കാര്യമില്ല. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചിതറിത്തെറിച്ചു പോയി 3 പെൺമക്കൾ. പത്തനംതിട്ട കോന്നിയിലെ അവരെ കുറിച്ച് പറയുന്നത് അവർക്ക് ഫേസ്ബുക്ക് ഇല്ല, അവർക്ക് വാട്സപ്പ് ഇല്ല, അവർക്ക് ഫോണില്ല. ചെറിയ കുടില് ജനിച്ച പെൺകുട്ടികളാ. പക്ഷേ അവര് ബാംഗ്ലൂർ പോയിട്ട് അവര് ലാപ്ടോപ്പ് വിറ്റു, അതിന്റെ പൈസ കൊണ്ടുവന്ന് ആത്മഹത്യ ചെയ്തു. ഏതോ ചെറുപ്പക്കാരുടെ കെണിയിൽ പഠിച്ചു പോയി. അവസാന പോലീസ് ഉദ്യോഗസ്ഥര് പറഞ്ഞത് അവർക്ക് രഹസ്യമായി സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് +2 പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ കയറുന്നതിന് മുമ്പുള്ള കടയിൽ അത് ഏൽപ്പിക്കും, തിരിച്ചു വരുമ്പോ വാങ്ങിച്ചു കൊണ്ടുപോകും. മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. സ്വന്തം പെൺമക്കളെ പേടിയോടെ വളർത്തുന്ന മാതാപിതാക്കളെ രാക്ഷസന്മാര് നിങ്ങളുടെ മക്കളെ കാത്തു ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ നിങ്ങൾക്കൊരു മകളെ തരാൻ കഴിയണോ? അതിനാണ് ഫാത്തിമത്തു സുഹറ, ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ വഫിയ കോളേജ്. എന്താ വഫി എന്നറിയോ?
എന്റെ ഒരു സുഹൃത്തുണ്ട്, വാഫിയാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ബാക്കവി, ഞാൻ പള്ളിയിലും മഗ്‌രിബ് ഇമാമത്ത് നിന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോ എന്റെ ഭാര്യ വഫിയയാണ്. അവൾ എന്നെ മക്കൾക്ക് ഇരുന്നിട്ട് മിഷ്കാത്തിന്റെ ദറസ് എടുത്തു കൊടുക്കുകയാണ്. ചിന്തിക്കടി പെണ്ണേ, B.Ed ഒക്കെ പഠിച്ചാൽ നമ്മുടെ മക്കൾക്ക് ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കാം, മക്കളെ A+B ഹോൾ സ്ക്വയർഡ് ഈക്വൽ ടു A² + B² + 2AB എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ട്യൂഷൻ എടുക്കുമ്പോ. അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ E = mc². ദ്രവ്യത്തിന് പരിവർത്തനമുണ്ടായാൽ ഊർജമുണ്ടാകും. മക്കളെ H2O ജലം, CO2 കാർബൺ, ഇങ്ങനെ ഓരോന്നും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭാര്യ വഫിയ കോഴ്സ് പാസ്സായവളാണ്, പാവപ്പെട്ട പെണ്ണാണ്. മഗ്‌രിബിന് ഞാൻ ഇമാമത്ത് നിർവഹിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോ എന്റെ പൊന്നുമക്കളെ ഇരുത്തിയിട്ട് എന്റെ ഭാര്യ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ മിഷ്കാത്തിന്റെ ദറസ് എടുത്തു കൊടുക്കാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിനെ വിയോജിക്കുന്നവരോടും അനുകൂലിക്കുന്നവരോടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാ. ഈ കെട്ടിടം ഇവിടെ പൂർത്തിയായാൽ, ഇവിടെ വഫിയകൾക്ക് അഡ്മിഷൻ കൊടുത്താൽ, ഇൻഷാ അല്ലാഹ് വാരത്തിലും ഈ കണ്ണൂർ ജില്ലയിലെ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ചെറുപ്പക്കാരും വഫിയകളായ പെൺകുട്ടികൾ അന്വേഷിച്ച് കല്യാണം കഴിക്കാൻ വരും. വൈകുന്നേരം പൊന്നുമോനെ പൊന്നുമോനെ പൊന്നുമോനെ, പാതിരാ സമയത്ത് എന്തിനാണ് വഫിയ എന്ന പെൺകുട്ടി? ഇന്നലെ ഞാൻ പെരിങ്ങത്തൂരാണ്. അവിടെ പോയപ്പോ ഒരു വാർത്ത കേട്ടു, 2 പെൺമക്കളുമായിട്ടൊരു ഗൾഫുകാരന്റെ ഭാര്യ അപ്പുറത്തെ പള്ളിയിലെ മുയിലിയാരുമായിട്ട് ഒളിച്ചോടി പോയി. ഇതിന് മുയിലിയാരും മുക്കറയൊക്കെ കണക്കാ. പറയപ്പോ എന്താ മടി?